The sermon, The Deity of Jesus Christ, was delivered on Sunday morning, December 25th, 1949, at the Branham Tabernacle, Jeffersonville, Indiana, USA. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, തിരുവചന പ്രകാരം ലാവോദിക്ക സഭയുടെ കാലമെന്ന് പറയപ്പെടുന്ന ഈ അന്ത്യകാലത്തിലെ സഭയുടെ ദൂതനും ഈ കാലത്തിന് വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനെന്ന് ലോകമെങ്ങും അറിയുകയും അങ്ങനെ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കർത്താവിന്റെ എളിയ ദാസനായ സഹോദരൻ വില്യം മറിയൻ ബ്രൺഹാം അമേരിക്കയിലെ ഇന്ത്യാനയിലുള്ള ജെഫർസൺവിൽ എന്ന സ്ഥലത്തെ ബ്രൺഹാം കൂടാരത്തിൽ വെച്ച് 1949 ആണ്ട് ഡിസംബർ മാസം 25 ഞായറാഴ്ച രാവിലെ ചെയ്ത ദി ഡയറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതായത് യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്ന പ്രസംഗം മലയാള പരിഭാഷയോട് കൂടിയത് നിങ്ങൾക്കിപ്പോൾ കേൾക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദിയുണ്ട് സഹോദരൻ ഗ്രഹാം. നിങ്ങൾക്കെല്ലാവർക്കും പ്രഭാതവന്ദനവും ക്രിസ്മസിന്റെ ആശംസകളും നേരുന്നു. ഈ കൂടാരത്തിലെ വാത്സല്യമേറിയ ഒരു കൂട്ടം ജനങ്ങളോടൊപ്പം ഇന്ന് രാവിലെ സമയം വീണ്ടും ആയിരിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സഹോദരൻ ഗ്രഹാം ഞാനും കൂടി ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. സഹോദരൻ ബിൽ ഇന്ന് രാവിലെ സംസാരിക്കുവാനായി എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട്, അത് ക്രിസ്തു മാത്രമാകുന്നു. ആമേൻ, അത്രമാത്രം. നമുക്കെല്ലായ്പ്പോഴും അതുണ്ട്. അതിനാൽ അവൻ നമുക്കുള്ളത് പൊതുവായ ഒരു കാര്യമായിരിക്കുന്നു. ഡലാസിൽ നിന്നും ഇന്നലെ താമസിച്ചാണ് എത്തിയത്. അത് ഏറ്റവും മഹത്വമേറിയ യോഗങ്ങളിൽ ഒന്നായിരുന്നു. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായ കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. അതിപ്പോൾ സഭായോഗങ്ങളിലായിട്ട് ഒരു ദേശീയ ഉണർവിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കൺവെൻഷന് വേണ്ടി ചെറുതും വലുതുമായ ശുശ്രൂഷയോട് കൂടിയ സകല സേവകരെയും ഇന്നലെയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുമായി തമ്മിൽ കണ്ടുമുട്ടിയിരുന്നു. അവിടെ വെച്ച് 15,000 20,000 പേരെ ഒരുമിച്ച് വഹിക്കുന്ന ശുശ്രൂഷയോട് കൂടിയ 15-18 ശുശ്രൂഷ വരെ ഞങ്ങൾ കണ്ടിരുന്നു. അത് റെയ്മണ്ട് ടി റിച്ചിയും, ഉദാഹരണമായി പറഞ്ഞാൽ ബോസ്വർത്തും ഓറൽ റോബർട്ട്സും ജാക്സണും അതുപോലെയുള്ള മറ്റുപേരുമാണ്. സഹോദരൻ ജാക്സന്റെ കഴിഞ്ഞ രാത്രിയിലെ യോഗത്തിൽ തന്നെ 500 പേരോളം ഒരു വട്ടം പരിശുദ്ധാത്മാവ് സ്ഥിരീകരിക്കാനിടയായി. അത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാകുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഈ വർഷത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു യോജിപ്പിലെത്തിയിട്ട് തമ്മിൽ കണ്ടുമുട്ടുകയും ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തതും ലോകത്തെ ഉണർത്തുന്നതുമായ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനായി ദൈവം ഇവിടെ സന്നിഹിതനാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. സ്നേഹിതരെ, നാം ഒരു അത്ഭുത കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷകർ അടുത്തു വരുന്നതായ ചൂട് സമയത്ത് എല്ലാ രാത്രിയിലും കർത്താവ് അനുവദിക്കുന്ന പക്ഷം അമേരിക്കയിൽ മൊത്തമായി ഒരേ സമയത്ത് 15-16 വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ 8,000-10,000 ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയ കൂടാരങ്ങൾ ഉണ്ടാക്കിയിട്ട് യോഗങ്ങൾ നടത്തുന്നതായിരിക്കും. ഓ, നമുക്കിപ്പോൾ ഒരു ഉണർവുണ്ടായിരിക്കുന്നു. അതിപ്പോൾ സഭായോഗങ്ങളിലായിട്ട് 100 കണക്കിന് ആളുകൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് ഇപ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നാം മുൻകൂട്ടി കണ്ടിരുന്ന എന്തെങ്കിലും ഒരു കാര്യം പോലും ആയിരുന്നില്ല. എന്നാൽ അടുത്ത സമയത്തിനുള്ളിൽ തന്നെ ആയിട്ട് ദൈവം അതിപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ ശ്രീമാൻ, അതെ സഹോദരൻ ഗ്രഹാം, ഞാൻ എല്ലായ്പ്പോഴും അതാണ് ആഗ്രഹിച്ചിരുന്നത്. നന്നായിരിക്കുന്നു.
and I work together so well. He's so tall and I'm so short, so. നിങ്ങൾക്കറിയാമോ, സഹോദരൻ ഗ്രഹാമും ഞാനും തമ്മിൽ നന്നായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കും. അദ്ദേഹം അത്രയും പൊക്കമുള്ളവനും ഞാൻ അത്രയും പൊക്കം കുറഞ്ഞവനുമാകുന്നു. ചിലപ്പോൾ എനിക്ക് അതിൽ നിന്ന് കുറച്ച് കുലുക്കി വീഴ്ത്തേണ്ടതായിട്ടുണ്ട്. നന്ദിയുണ്ട് സഹോദരൻ ഗ്രഹാം. എനിക്കിപ്പോഴും ആ തീയെ സങ്കല്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കത് വേദിയിൽ ആവശ്യമായിരിക്കുന്നു. നമുക്ക് ആവശ്യമായിട്ടില്ലേ? ആമേൻ. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ എല്ലാവരും അവിടെ ഇരിക്കുകയും കൂടാതെ 1000-ഓളം പേർ എല്ലാവരും കൈയടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതൊരു മഹത്വമേറിയ സമയമായിട്ട് വേദിയിൽ അന്നേരം തന്നെ ആ അഗ്നി കടന്നു വന്നു. വരുന്ന ചൂടുകാലത്തെ ഉണർവിന്റെ പ്രഖ്യാപനങ്ങൾക്കായി ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇവിടെയുള്ള സഭയോടൊപ്പം സഹോദരൻ ഗ്രഹാമിനോടും നിങ്ങളോടൊപ്പം അടുത്ത 8-10 ദിവസങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഊഹിക്കുന്നു. എനിക്ക് കഴിയാവുന്നിടത്തോളം സകല യോഗങ്ങളിലും സംബന്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഹൂസ്റ്റൺ ടെക്സാസിലുള്ള കൊളസിയത്തിലേക്ക് ഇവിടെ നിന്ന് പുറപ്പെടുന്നതാണ്. 17,000-ഓളം ജനങ്ങൾക്ക് ഇരിപ്പിട സൗകര്യമുള്ള ഒരു വലിയ കെട്ടിടം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഒരു മഹത്തമായ സമയത്തെ ഞങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നു. അവിടെ പ്രാർത്ഥനയ്ക്കായുള്ള ഒരു നിരക്കായി ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചിരുന്നു. എന്നാൽ അതിന് കഴിഞ്ഞിരുന്നില്ല. പ്രാർത്ഥനയുടെ നിരയിൽ ഒരു ശുശ്രൂഷകൻ ഒരിടത്തും മറ്റൊരാൾ വേറൊരിടത്തുമായിരുന്നു. എന്നാൽ ഈ രീതിയിൽ അത് പ്രാവർത്തികമാകുകയില്ല. സഹോദരൻ ജാഗേഴ്സിന് മാത്രം അങ്ങനെ മുമ്പോട്ട് പോകേണ്ടി വന്നു. മറ്റൊരു കാര്യം കൂടി ഞാൻ പ്രഖ്യാപനാക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കാൽഗരിയിൽ വെച്ചെടുത്തതുപോലെ സഹോദരൻ ജാഗേഴ്സ് അവിടെ നിന്നുകൊണ്ട് തന്റെ നിലപാടെടുത്തു. മിഷണറി ബാപ്റ്റിസ്റ്റുകാരും ഫ്രീവിൽ ബാപ്റ്റിസ്റ്റുകാരും മറ്റുള്ളവരും അദ്ദേഹത്തിന് വേണ്ടി നിന്നു. ടെക്സാസ് മുഴുവനും ബാപ്റ്റിസ്റ്റുകാരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഫണ്ടമെന്റൽ ബാപ്റ്റിസ്റ്റുകാർ അദ്ദേഹത്തിന്റെ ഈ പരിപാടിക്ക് വിരോധമായി എഴുന്നേറ്റു. അങ്ങനെ പത്രങ്ങളിലെല്ലാം അവർ അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. അവർ ബൈബിളിലെ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് എഴുതുകയും അദ്ദേഹം അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു. അവരുടെ സ്വന്തമായ തെളിവുകൾ കൊണ്ടുവന്നതിന് ശേഷം ഒരു രാഷ്ട്രീയപരമായ നിലപാടെടുക്കുകയും അത് പത്രങ്ങളിൽ പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നില്ല. അതിനാൽ സഹോദരൻ ജാഗേഴ്സും ഞങ്ങളും കൂടി ഒരു യോഗം വിളിച്ചു കൂട്ടുകയും അദ്ദേഹത്തെ സഹകരിക്കുന്ന 75-ഓളം ശുശ്രൂഷകന്മാർ ആ നഗരത്തിൽ നിന്ന് വരികയും ഞങ്ങൾ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയെടുത്ത് ഇതാണോ സ്വതന്ത്രമായ പ്രസംഗം, ഇതാണോ വർത്തമാന പത്രത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചുകൊണ്ട് അത് അയച്ചു കൊടുത്തു. അടുത്ത ദിവസം 10,000-ഓളം വരിസംഖ്യക്കാർ ഈ പത്രക്കാർക്ക് നഷ്ടപ്പെട്ടു പോയി. അവർ കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുക്കൽ വന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ സൗജന്യമായിട്ട് ഇത് പത്രത്തിൽ പരസ്യപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്കൊരു നയാകാശ് പോലും ചിലവാക്കേണ്ട ആവശ്യമില്ല. ഓ സഹോദര, സഭയായി നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. ഒരു വട്ടം ഞങ്ങൾ തീവണ്ടി പാളത്തിൽ കിടന്ന് ജീവിച്ചു. ഇനിയും അങ്ങനെ ജീവിക്കുന്നില്ല. ഞങ്ങൾ ഹാലലൂയ അവന്യൂവിൽ ഇപ്പോൾ ജീവിക്കുന്നു. അതെ ശ്രീമാൻ. കോടിക്കണക്കിൽ ഞങ്ങളുടെ നിരയായിരിക്കുന്നു. ഞങ്ങൾ വെറും 100 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ കോടിക്കണക്കിനായിരിക്കുന്നു. ഞങ്ങൾ ഒത്തൊരുമിച്ചിട്ട് സംഖ്യയിൽ അമേരിക്കയിലെ ഏറ്റവും ശക്തിയേറിയ സഭയാകുന്നു. ഓ, ഇത് ലോകത്തിലാണെന്ന് ഞാൻ ഊഹിക്കുന്നു.
1,500,000 conversions. കഴിഞ്ഞ വർഷം തന്നെ 1,05,00,000 പേർ പരിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു. Think of that. 1,500,000 conversions of full gospel people. That is with the general order. അതൊന്ന് ചിന്തിച്ചു നോക്കുക. 1,05,00,000 പരിവർത്തനങ്ങൾ സമ്പൂർണ്ണ സുവിശേഷ ജനങ്ങളായിരുന്നു. അത് കഴിഞ്ഞ വർഷത്തെ സാമാന്യമായ ക്രമപ്രകാരമാകുന്നു. Oh, we're coming up now. ഓ, ഇപ്പോൾ ഞങ്ങൾ കടന്നു വരുന്നു. And these little papers and things, they were talking about Catholic people. They were afraid of it. See, they were afraid to do it. ഈ ചെറിയ പത്രങ്ങളും മറ്റും കത്തോലിക്കരെ കുറിച്ച് യാതൊന്നും സംസാരിക്കുകയില്ല. അവർക്ക് അവരെ പേടിയാണ്. നോക്കൂ, അത് ചെയ്യുന്നത് അവർക്ക് പേടിയാണ്. But we're numbered right on up there now. We got a right. What's the claim our God-given right? എന്നാൽ ഞങ്ങളുടെ എണ്ണം ഇപ്പോൾ നേരെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവകാശങ്ങളുണ്ട്. ദൈവത്താൽ നൽകപ്പെട്ടിട്ടുള്ള അവകാശത്തെ നമുക്ക് കൈവശമാക്കാം. അത് ശരിയാണ്. So we're going forward this year with God to be our help and our shield and call the progress to have a revival. അതുകൊണ്ട് ദൈവം നമ്മുടെ സഹായവും പരിചയമായിട്ട് ഒരു ഉണർവിന് വേണ്ടി ഏറ്റവും നല്ലതായി ശ്രമിച്ചുകൊണ്ട് നാം മുമ്പോട്ട് നീങ്ങുകയാണ്. Now, up here, you all have something on the top. Back there, all right. I can walk up this and look back. ഓ, ഇവിടെ വെച്ചാണോ? എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് നിങ്ങൾക്ക് എന്നോട് പറയേണ്ടതായിട്ടുണ്ട്. അവിടെ വെച്ചാണല്ലേ? ശരി, എനിക്ക് ഇതുവഴി നടന്നു എന്ന് തിരികെ നോക്കാൻ കഴിയുമല്ലോ. So good. How they feel good for Christmas? Say amen. അത്രമാത്രം നന്നായിരിക്കുന്നു. എത്ര പേർ ക്രിസ്മസ് നന്നായി അനുഭവപ്പെടുന്നവരുണ്ടോ? എങ്കിൽ ആമേൻ പറയുക. ഓ മായ നോക്കൂ, This is a time of rejoice. A time of when all of us can come together and worship Christ. ഇത് ആനന്ദത്തിന്റെ സമയമാകുന്നു. ഇത് നാം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ക്രിസ്തുവിനെ ആരാധിക്കുന്ന സമയമാകുന്നു. I haven't got a message, not a thing. I can open up the Bible here with his talking there. എന്റെ പക്കൽ ഒരു സന്ദേശമോ യാതൊന്നും തന്നെയുമോ ഇല്ല. അദ്ദേഹം അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ബൈബിൾ തുറന്നു നോക്കി. Turn over here. I said, "Where's the birth of Christ?" And everybody's talking about that now. ക്രിസ്തുവിന്റെ ജനനം എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് മറിച്ചു നോക്കി. കാരണം എല്ലാവരും ആ വിഷയത്തെക്കുറിച്ചാണല്ലോ ഇപ്പോൾ സംസാരിക്കുന്നത്. So I just had to read a little while and find something. Just keep staggering along. So the Spirit of the Lord has picked up something. അതുകൊണ്ട് കുറച്ചു നേരം എനിക്കത് വായിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് കർത്താവിന്റെ ആത്മാവ് എന്തെങ്കിലും എടുത്തു തരുന്നത് വരെ കാത്തു നിൽക്കേണ്ടതുണ്ട്. Now, to start, let's begin at Luke, the first chapter. That's the beginning of the birth of Christ. ഇപ്പോൾ തുടങ്ങുന്നതിന് വേണ്ടി വിശുദ്ധ ലൂക്കോസിന്റെ 1-ാം അധ്യായം എടുക്കാം. അത് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ തുടക്കമാണല്ലോ. And we'll read something here and just keep some on the word if we can. നാം ഇവിടെ നിന്നും കുറച്ചു ഭാഗം വായിക്കുന്നതാണ്, അല്ലെങ്കിൽ വചനത്തിൽ നിന്നും എന്തെങ്കിലും പഠിപ്പിക്കുന്നതാണ്. We don't know what the Lord will do for us, but we just trust that He'll give us a great blessing. കർത്താവ് നമുക്ക് വേണ്ടി എന്ത് തരുമെന്ന് നമുക്കറിയില്ല. എന്നാൽ അവൻ നമുക്കൊരു മഹത്തായ അനുഗ്രഹത്തെ തരുമെന്ന് നാം വിശ്വസിക്കുന്നു. They heard your broadcast. It was fine. Just keep it going, preach the word. ഞാൻ നിങ്ങളുടെ പ്രക്ഷേപണങ്ങൾ കേട്ടിരുന്നു. അത് നന്നായിരുന്നു. വചനത്തെ പ്രസംഗിച്ചുകൊണ്ട് മുമ്പോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുക. Just telling Brother Graham and them, if there ever was a time that Christians need one another, it's right now. Right now. ക്രിസ്ത്യാനികൾക്ക് എപ്പോഴെങ്കിലും തമ്മിൽ ആവശ്യമുള്ള ഒരു സമയമുണ്ടെങ്കിൽ അത് ഇപ്പോഴാകുന്നുവെന്ന് ഞാൻ സഹോദരൻ ഗ്രഹാമിനോട് പറയുകയായിരുന്നു. അത് ഇപ്പോഴാകുന്നു. Whatever you do, lay aside everything, because I believe by the grace of God. I just talk on that a little bit, you know, that how we need each other right now. നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും എല്ലാം ഒരു വശത്തേക്ക് ഇട്ടുകൊള്ളുക. കാരണം ദൈവകൃപയാൽ ഞാൻ വിശ്വസിക്കുന്നത്, അതായത് തമ്മിൽ നമുക്ക് എത്ര ആവശ്യമുണ്ടായിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് സ്വല്പം ഞാൻ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ സംസാരിക്കുന്നതാണ്. I believe that we're facing. Are you listening to me? All right. ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്നത്, നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ കഴിയുമോ? ശരി. We're facing now, looking at a great drama that's ever been set in all human history, working out here before us. ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്നതും ചരിത്രത്തിൽ വെച്ച് സകല മനുഷ്യരുടെ മുമ്പിൽ ഇതുവരെ ഒരുക്കിയിട്ടുള്ള നാടകത്തിലേക്ക് നാം നോക്കുന്നതും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. The great appeal of the world here and a drama that God is going to act out right now. ഇവിടെയുള്ള ലോകത്തിന്റെ വലിയ മൈതാനത്തിൽ ദൈവം ഒരു നാടകം അഭിനയിക്കുന്നത് ഇപ്പോഴാകുന്നു. That's startling to look around over the world and see how the thing is moving together. അതൊരു അത്ഭുതകരമായ കാര്യമായിട്ട് ആ കാര്യം എങ്ങനെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ലോകത്തിന് ചുറ്റുമായി നോക്കുക. ഓ സ്നേഹിത, എന്തോ സംഭവിക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വെച്ച് നാം സംസാരിച്ചു കൊണ്ടിരുന്നത്.
It's already started everywhere, breaking out. അതെല്ലായിടത്തുമായി പൊട്ടിപ്പുറപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. There's a great picture. I like the picture to you this morning. ഒരു വലിയ ചിത്രത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു. I see a lamb out in the field of feed. The little fellow becomes nervous. You wonder. ഒരു കുഞ്ഞാട് വയലിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. ഈ കുഞ്ഞാട് പെട്ടെന്ന് വിസ്മയപ്പെട്ട് നോക്കുന്നു. Look over the reeds right behind him. I see a lion sitting at the reeds. That's his tail on the ground, getting his feet ready for a spring. അതിന്റെ പിന്നിലായുള്ള കാട്ടുചൂരലിൽ ഒരു സിംഹം പെട്ടെന്ന് കടന്നു വരുന്നത് ഞാൻ കാണുന്നു. അതിന്റെ വാല് നിലത്തടിച്ചുകൊണ്ട് ചാടി വീഴുന്നതിനായി കാലുകളെ മുമ്പോട്ട് വെച്ച് തയ്യാറായിരിക്കുന്നു. That's the church out there in the field. വയലിൽ മേയുന്നത് സഭയാണ്. The darkness of communism is pushing all over the world, closing in like a great shadow. കമ്മ്യൂണിസത്തിന്റെ അന്ധകാരം ലോകം മുഴുവൻ ഒരു വലിയ നിഴൽ പോലെ തള്ളിക്കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. This is the law of contrast. ഇത് വ്യതിരേകത്തിന്റെ നിയമമാണ്. Take like before day, it's always the darkness before day because the days are breaking, pushing the darkness. പ്രഭാതത്തിന് മുമ്പ് എല്ലായ്പ്പോഴും ഇരുട്ടായിരിക്കുന്നത് പോലെയാണ്. കാരണം പ്രഭാതം ഇരുട്ടിനെ തള്ളി മാറ്റിക്കൊണ്ട് പൊട്ടിവിടരാൻ പോവുകയാണ്. ഇത് വ്യതിരേകത്തിന്റെ നിയമമായിട്ട് പ്രഭാതം വിടരുന്നതിന് മുമ്പ് കൂരിരുട്ടാകുന്നു. ഇപ്പോൾ നാമും അതേ കാര്യത്തിൽ തന്നെയാകുന്നു. ഇതും പ്രഭാതത്തിന് മുമ്പ് ഇരുട്ടായിരിക്കുന്നത് പോലെയാണ്. ഇരുട്ടിന്റെ നിഴലുകൾ മനുഷ്യന്റെ പാപത്തെ നിവൃത്തിയാക്കുന്നതിനായി തള്ളിക്കടന്നുകൊണ്ടിരിക്കുന്നു. ഈ ക്രിസ്തുമസിന്റെ സമയത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം ക്രിസ്തു പശുത്തൊഴുത്തിൽ കിടക്കുന്നതിന്റെ പടം അയച്ചു കൊടുക്കുന്നതിന് പകരം അവർ സ്റ്റാലിന്റെ ചിത്രങ്ങളോടുകൂടിയ ചെറിയ ചെറിയ പുസ്തകങ്ങൾ അയക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ദൈവമെന്ന് നടിച്ച് സകലത്തിന്റെ മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി ലോകത്തിന്റെ ഒരു വലിയ ഭാഗത്തെ തന്നെ നിയന്ത്രണത്തിലാക്കുകയാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം തിരുവെഴുത്ത് നിവൃത്തിയാക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി നിവൃത്തിയാക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാമമാത്രക്കാരായ ഈ സഭകളിലുള്ള നാമമാത്രക്കാരായ ജനങ്ങൾ ഈ നീക്കത്തിന് എതിരായി എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ്. അവർ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും, അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്ന് ബൈബിൾ പറയുന്നു. അവർ അവരുടെ നിലപാടിനെ കുറിച്ച് സംസാരിക്കുന്നു. കമ്മ്യൂണിസം അതിന്റെ നിലപാടെടുക്കുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, പരിശുദ്ധാത്മാവ് അതിന്റെ നിലപാടെടുക്കുന്നു. അതെ, ശത്രു നദി പോലെ വരുമ്പോൾ യഹോവയുടെ ശ്വാസം അതിനെതിരായി തള്ളിപ്പാഞ്ഞു വരും. അത് ശരിയാണ്. സഭ അതിന്റെ നിലപാട് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ സഭയെന്ന് ഞാൻ അതിനെ അർത്ഥമാക്കുന്നു. സ്നേഹിതരെ, അത് മാത്രമാണ് എല്ലാമായിട്ട് എനിക്ക് താല്പര്യമുള്ളതും അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നതും. പുറത്ത് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇവിടെ ഞാൻ ഒരു കാര്യത്തിൽ താല്പര്യപ്പെടുന്നു. അത് ദൈവത്തിന്റെ വീണ്ടും ജനിച്ച സഭയാകുന്നു. അത് ശരിയാണ്. അത് മാത്രമാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എനിക്ക് നിയമാവലിയിലോ ഡീക്കന്മാരിലോ സഭയുടെ ക്രമത്തിലോ അതുപോലെയുള്ള കാര്യങ്ങളിലോ താല്പര്യമില്ല. എന്നാൽ നാം ജീവിക്കുന്നതായി കാലത്ത് സഭയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിൽ ഞാൻ താല്പര്യപ്പെടുന്നു. അത് അടിസ്ഥാനപരമായ കാര്യങ്ങളാകുന്നു. അതിനുവേണ്ടി നാം കാത്തിരിക്കുകയുമാകുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ സമയം ഞങ്ങളുടെ മധ്യം ഇറങ്ങി വരണമേ. കർത്താവെ, നീ അത് അനുവദിച്ചിട്ട് ദൈവത്തിന്റെ ആത്മാവ് യോഗത്തെ എടുക്കാനിടയാക്കണമേ. കർത്താവെ, ഇവിടെയുള്ള പ്രവൃത്തികളെ അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ സഹോദരനായ ഗ്രഹാമിനെ അനുഗ്രഹിക്കണമേ. God give him words of wisdom tonight. The radio broadcast may he be able to shape the people by preaching the word. Grant it, Lord. ഇന്ന് രാത്രിയിലെ റേഡിയോ പ്രക്ഷേപണത്തിൽ അദ്ദേഹത്തിന് ബുദ്ധിയുടെ വാക്കുകളെ കൊടുക്കണമേ. വചനത്തെ പ്രസംഗിച്ചുകൊണ്ട് ജനങ്ങളെ കുലുക്കുവാൻ അദ്ദേഹത്താൽ ഇടയാക്കണമേ. കർത്താവെ അനുവദിക്കണമേ. Make sinners weep. Kneel down in the room and give their hearts to Christ. പാപികൾ കരഞ്ഞുകൊണ്ട് അവരുടെ മുട്ടുകളിൽ കുത്തി നിന്നുകൊണ്ട് അവരുടെ ഹൃദയത്തെ നിനക്ക് തരുവാനിടയാക്കണമേ. There be any unbelievers here this morning or any that have not accepted Christ, may they come also. അവിശ്വാസികളായോ അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരായോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ സമയം അവർ കടന്നു വരാനിടയാക്കണമേ. And now, start a revival in the hearts of the people this morning, Lord. കർത്താവ് ഇന്ന് രാവിലെ സമയം നിന്റെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഉണർവ് തുടങ്ങണമേ. May this be a renewing time, a time when the Spirit will be renewed. ഇതൊരു പുതുക്കലിന്റെ സമയമായിട്ട് അവരുടെ ആത്മാക്കളെ പുതുക്കുവാനിടയാക്കണമേ. No, Father, we pray it this way. ഓ പിതാവേ, ഞങ്ങൾ ഇപ്രകാരം ഇത് അപേക്ഷിക്കുന്നു. Come get us by the hand, each one of us. Walk us down this lane here. ഞങ്ങൾ ഓരോരുത്തരുടെയും കൈപിടിച്ച് നീ നിരയിൽ കൂടി ഞങ്ങളെ നീ നടത്തണമേ. Show to us this great picture that's set in order here. Revealing your secrets to the saints' hearts this morning, that we might see what thou hearest before. നീ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ വലിയ ചിത്രത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഇന്ന് രാവിലെ സമയം നിന്റെ രഹസ്യങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തിയിട്ട് ഞങ്ങളുടെ മുമ്പിൽ എന്താണ് കിടക്കുന്നതെന്ന് കാണുവാനിടയാക്കണമേ. And as we walk down that, Lord, to the armor of God, may we go and count soldiers to face the enemy. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ സേനയിൽ ശത്രുവിനെ എതിരേൽക്കുന്നതിനായി ധീരന്മാരായ പടയാളികളായി പോകാനിടയാക്കണമേ. But how can we face him as we know he's coming? അവന്റെ തന്ത്രങ്ങളെ അറിയാതെ ഞങ്ങൾക്ക് അവനെ എങ്ങനെ നേരിടാൻ കഴിയും? And help us this morning to understand and show us the foreground there so we'll know where to be or react in Jesus' name. Amen. ഇന്ന് രാവിലെ അത് മനസ്സിലാക്കുവാനും അവന്റെ പൂർവ്വതലത്തെ കാണുന്നതിനും അതിടെയായിട്ട് എവിടെയാണ് അവനുമായി കണ്ടുമുട്ടേണ്ടത് എന്ന് അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. The second chapter, let's read it. രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് നമുക്കിത് വായിക്കാം. And it came to pass that in those days that there went out a decree from Caesar Augustus to all the world that they should be taxed. And this taxing was first made by the governor of Syria. And all went to be taxed, everyone to his own city. And Joseph went also up from Galilee unto the city of Nazareth to Judah, the city of David, which is called Bethlehem, because he was of the house and the lineage of David, to be taxed with Mary, his espoused wife, being great with child. And so it was that while they were there, the days of her accomplishment, that she should be delivered. And she brought forth her firstborn son, and wrapped him in swaddling clothes, and laid him in the manger, because there was no room for him in the inn. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണം എന്ന അഗസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേനിയസ് സുറിയാനി നാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നാസറത്ത് പട്ടണം വിട്ട് യഹൂദിയയിൽ ബേത്ലഹേം എന്ന ദാവീദ് പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഇന്ന് രാവിലെ ഞാൻ ഉപയോഗിക്കുന്ന ഭാഗത്ത് എത്തുന്നത് വരെ ഇതൊരു പശ്ചാത്തലമായി കിടക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ കർത്താവിന്റെ ആത്മാവിലായിരിക്കാൻ അനുവദിക്കുക. Today, all over the world is being celebrated the birth of Jesus, which now is just traditional. നാം എല്ലാവരും ലോകം മുഴുവനും ഇന്ന് യേശുവിന്റെ ജന്മത്തെ ആഘോഷിക്കുകയും അത് വെറുമൊരു ആചാരമുറയായിരിക്കുകയും ചെയ്യുന്നു. Jesus was not born on December the 5th or nothing, not December the 25th. യേശു ജനിച്ചത് ഡിസംബർ 5-നോ അല്ലെങ്കിൽ ഡിസംബർ 25-നോ ആയിരുന്നില്ല. We know that's impossible. The hills of Judea were full of snow at that time, so how could it be that? അത് അസാധ്യമായ കാര്യമാണെന്ന് നമുക്കറിയാം. ആ സമയത്ത് യഹൂദയുടെ മലകൾ മഞ്ഞിനാൽ നിറയപ്പെട്ടിരുന്നതിനാൽ അതെങ്ങനെ സംഭവിക്കാൻ കഴിയും? Jesus commonly by scholars and so forth and by all of the born around 1st of April. So when it's springtime. പൊതുവായും ജ്യോതിഷത്താലും മറ്റും നോക്കുകയാണെങ്കിൽ യേശു ജനിച്ചത്
ഏപ്രിൽ ആദ്യത്തോട് ചുറ്റുമായ വസന്തകാല സമയത്തായിരുന്നു. But this is a day which is all right, just set aside to worship in memorial of His coming to the world. എന്നാൽ ഈ ദിവസത്തെ അവന്റെ ലോകത്തിലേക്കുള്ള വരവിനെ ഓർത്തുകൊണ്ട് ആരാധനയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നു. അത് കൊള്ളാം. One of the greatest gifts that God ever gave to the world was Jesus Christ. That we know that. ദൈവം ലോകത്തിന് നൽകിയിട്ടുള്ള ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു ദാനം യേശു ക്രിസ്തുവാകുന്നു എന്ന് നമുക്കറിയാം. And now I want to speak this morning about His deity, who He is. ഇന്ന് രാവിലെ ഞാൻ അവൻ ആരായിരുന്നു എന്നുള്ളതിന്റെ അവന്റെ ദൈവത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. So many has a little baby laying out there in his cradle and so forth. വളരെ പേർക്ക് അവൻ തൊഴുത്തിൽ കിടക്കുന്ന വെറും ഒരു ശിശുവാകുന്നു. But that was just one of the pictures, just one of the straightforwards of the drama to bring it up to what He really is, His deity. അത് ഈ ചിത്രങ്ങളിൽ വെറുമെന്ന് മാത്രം, കൂടാതെ ഈ നാടകത്തിൽ അവൻ വാസ്തവത്തിൽ എന്താണെന്നും അവന്റെ ദൈവത്വം എന്താണെന്നുമുള്ളത് കൊണ്ടുവന്ന് അത് കാണിക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്ന ഒരു ഭാഗമാകുന്നു. And he said in the scriptures of His coming, He was then spoke of since the days of John. യോഹന്നാൻ സംസാരിക്കാൻ തുടങ്ങിയ നാളുകൾ തൊട്ട് തന്റെ വരവിനെ കുറിച്ച് അവൻ തിരുവെഴുത്തിൽ പറഞ്ഞിരുന്നു. Come back even into Genesis, it was prophesied that the woman's seed would bruise the serpent's head. Promise of this child, Christ Jesus. നേരെ പിന്നിലേക്ക് പോയി ഉത്പത്തിയുടെ പുസ്തകത്തിൽ നോക്കിയാലും സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തല തകർക്കുമെന്ന് പ്രവചിച്ചിരിക്കുന്നു. അത് യേശു ക്രിസ്തു എന്ന ഈ ബാലനെ വാഗ്ദത്തം ചെയ്യുകയായിരുന്നു. And He's been down all the prophets, most every prophet that was ever wrote in the Bible spoke of His first and second advent when He has come to the world. അങ്ങനെ അവൻ സകല പ്രവാചകന്മാരിൽ കൂടിയും പ്രവചിക്കപ്പെട്ടു. ബൈബിളിൽ എഴുതിയിരിക്കുന്ന പ്രവാചകന്മാരിൽ മിക്കവാറും എല്ലാവരും തന്നെ അവന്റെ ലോകത്തിലേക്കുള്ള വരവിന്റെ ആദ്യത്തെയും രണ്ടാമത്തെയും ആഗമനത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. Jesus comes 3 times. യേശുവിന്റെ വരവ് 3 വട്ടമാകുന്നു. He came the first time to redeem His church. അവൻ ആദ്യത്തെ വട്ടം തന്റെ സഭയെ വീണ്ടെടുക്കുന്നതിനായി വന്നു. He comes the second time to receive His church. രണ്ടാമത്തെ വട്ടം തന്റെ സഭയെ സ്വീകരിക്കുന്നതിനായി വരുന്നു. He comes the third time with His church. മൂന്നാമത്തെ വട്ടം തന്റെ സഭയോടൊപ്പം വരുന്നു. Everything in the Bible travels in Trinity, 3, but all in one Christ. ബൈബിളിൽ എല്ലാ കാര്യങ്ങളും 3-ലും തൃത്വത്തിലുമായി സഞ്ചരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൽ എല്ലാം ഒന്നാകുന്നു. You remember the first time to redeem His church. The second time to receive His church. The third time with His church as King and Queen. ഓർക്കുക, അവൻ ആദ്യത്തെ വട്ടം തന്റെ സഭയെ വീണ്ടെടുക്കുന്നതിനും രണ്ടാമത്തെ വട്ടം തന്റെ സഭയെ സ്വീകരിക്കുന്നതിനും മൂന്നാമത്തെ വട്ടം തന്റെ സഭയോടൊപ്പം രാജാവും രാജ്ഞിയുമായി വരുന്നു. Now, but on His first coming we'll speak out just a little bit, and then on His being here, and then on His second coming, and then on the third time, if the Lord willing. ഇപ്പോൾ അവന്റെ ആദ്യത്തെ വരവിനെ പറ്റി സ്വല്പമായിട്ടൊന്ന് സംസാരിച്ചിട്ട് അവൻ ഇവിടെ സന്നിഹിതനായിരിക്കുന്നതിനെയും പിന്നെ അവന്റെ രണ്ടാമത്തെ വരവിനെയും കർത്താവ് അനുവദിക്കുന്ന പക്ഷം മൂന്നാമത്തേതിനെയും കുറിച്ച് നമുക്ക് സംസാരിക്കാം. Now, in these days there was a great persecution against the church. ഈ കാലത്ത് സഭയ്ക്കെതിരായി ഒരു വലിയ ഉപദ്രവമുണ്ടായി. Caesar Augusta had made a great plan that he attacked all the people. ഓഗസ്തൂസ് കൈസർ ജനങ്ങൾ ചാർത്തപ്പെടുന്നതിന്റെ ഒരു വലിയ പദ്ധതി ഉണ്ടാക്കി. And that was only done for one purpose, that God's great prophecy would be fulfilled. അതൊരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് ചെയ്തിരുന്നത്. അതിനാൽ ദൈവത്തിന്റെ മഹത്തായ ഈ പ്രവചനം നിവൃത്തിയാക്കപ്പെടും. Only thing you have to do when you see something in the Bible that sounds just a little mystic, a little superstitious to you, just give God a little bit of time. ബൈബിളിൽ എന്തെങ്കിലും സ്വല്പം ഗൂഢാർത്ഥമായും സ്വല്പം അന്ധവിശ്വാസപരമായും തോന്നിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ ചെയ്യേണ്ടിയ ഒരേ ഒരു കാര്യമെന്നത് ദൈവത്തിന് ഒരു സ്വല്പം സമയം കൊടുക്കുക എന്നതാണ്. ദൈവം ധൃതിയിലല്ല, നാം ആണ് ധൃതി വെക്കുന്നത്. നിങ്ങൾ സ്വല്പ സമയം ദൈവത്തിനായി കാത്തിരിക്കുകയാണെങ്കിൽ ആ പഴയ പ്രവചനത്തിന്റെ ചക്രങ്ങളും ചക്രപ്പല്ലുകളും നേരെ ഈ ചിത്രത്തിലേക്ക് ഉരുണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു ചിത്രം വികാസിതമാക്കി കൊണ്ടുവരുന്നത് പോലെ അത് വരും. ഇത് കഴിഞ്ഞ ദിവസം ആരോ ദൈവം എന്താകുന്നു എന്ന് ചോദിച്ച മാതിരിയാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അതിപ്പോൾ അതിവിടെയുള്ള ഒരു ശൂന്യസ്ഥലം പോലെയാണ്. അതിനുശേഷം അവൻ ലോഗോസിൽ ഒന്നിച്ചു കൂടുകയും പിന്നെ ക്രിസ്തുവിലേക്ക് വരികയും ചെയ്തു.
God coming down like this to the earth, then going right back into God again. ഇത് ദൈവം ഭൂമിയിലേക്ക് വരികയും പിന്നെ വീണ്ടും തിരികെ ദൈവമാകുന്നതും പോലെയാണ്. Don't you see what I mean? ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? Just revolving, coming down from space, from eternity, rolling together, coming down into the Logos, the Logos there into man, then returning right back again for one purpose, to redeem that man that has fallen. അങ്ങനെ ശൂന്യസ്ഥാനത്ത് നിന്നും ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് നിത്യതയിൽ നിന്നും താഴേക്ക് വരികയും പിന്നെ അത് ചുറ്റിത്തിരിഞ്ഞ് ലോഗോസിലേക്ക് വരികയും ലോഗോസിൽ നിന്നും മനുഷ്യനിലേക്കും അതിനുശേഷം വീണ്ടും തിരികെ പോവുകയുമാകുന്നു. അത് വീഴ്ച പറ്റിയ മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന്റെ ഉദ്ദേശത്തിന് മാത്രമായിട്ടാകുന്നു. അവനൊരു വീണ്ടെടുപ്പുകാരനെ വന്നത് അതിനു വേണ്ടിയായിരുന്നു. ദൈവത്തിന് ഒരു വീണ്ടെടുപ്പുകാരനാകുന്നതിന് മുമ്പ് നിയമപ്രകാരം അവനൊരു ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരനാകേണ്ടിയിരിക്കുന്നു. അവന് നമ്മുടെ ബന്ധുക്കാരനാകേണ്ടിയിരിക്കുന്നു. ആദിയിൽ ദൈവം തന്റെ ആദ്യത്തെ മനുഷ്യനെ ഒരാത്മീയ മനുഷ്യനായി ഉണ്ടാക്കി. ആത്മാവ് മനുഷ്യന്റെ അദൃശ്യഭാഗമായിട്ട് നിങ്ങൾ അതിനെ കാണുന്നില്ല. ദൈവം മനുഷ്യനെ തന്റെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശരി. ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. ദൈവം ആത്മാവാകുന്നുവെന്ന് ബൈബിൾ പറയുന്നു. ഇന്ന് പരിശുദ്ധാത്മാവിന് സഭയുടെ മേൽ അധികാരമുള്ളതുപോലെ ആദ്യത്തെ മനുഷ്യന് സകല സൃഷ്ടിയുടെ മേൽ അധികാരമുണ്ടായിരുന്നു. അവൻ സൃഷ്ടിയെ നയിച്ചിരുന്നു. അവൻ ജീവജന്തുക്കളെ നയിച്ചിരുന്നു. എന്നാൽ നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനുണ്ടായിരുന്നില്ല. അതിനാൽ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. ആ മനുഷ്യന് ദൈവം ഒരുപക്ഷെ കുരങ്ങിന്റെ മാതിരി കൈകളും കരടിയുടെ മാതിരി കാലുകളും കൊടുത്തെന്നിരിക്കാം. അവൻ എന്തൊക്കെ ചെയ്തിരുന്നാലും അവനെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി ഒരു മനുഷ്യനെ നിർമ്മിച്ചു. എന്നാൽ ഈ മനുഷ്യനിൽ ദൈവം തന്റെ അനശ്വരമായ ഒരിക്കലും മരിക്കാൻ കഴിയാത്ത തന്റെ ആത്മാവിനെ ഇടുകയും അവൻ ഒരു മൃഗത്തിലും കൂടിയവനായിട്ട് അവൻ ഒരു മനുഷ്യനായി തീരുകയും ചെയ്തു. അതിനുശേഷം ഇവിടെയുള്ള ഈ മനുഷ്യനെ കുറിച്ച് നിരീശ്വരവാദികളും ഇവിടെ ചുറ്റുമായി നിൽക്കുന്ന ചിലരും ഇപ്പോൾ വാദിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ദൈവം തന്റെ വെളിച്ചത്തെ പകരുന്ന നാഴിക എത്തിയിരിക്കുകയും ദൈവം ഈ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്ന നാഴിക ഇവിടെ എത്തിയിരിക്കുകയും ചെയ്യുന്നു. അത് ശരിയാണ്. അവന്റെ കാലുകൾ കരടിയെ പോലെയും അവന്റെ കരങ്ങൾ ആൾക്കുറങ്ങിനെ പോലെയും മറ്റുമാണെന്ന് അവരിപ്പോൾ വാദിക്കുകയും അതുകൊണ്ട് മനുഷ്യന്റെ ഉദ്ഭവം ഈ മൃഗങ്ങളിൽ നിന്നുമാണെന്ന് അവർ പറയാൻ ശ്രമിക്കുകയുമാണ്. അതിനിതുമായിട്ട് യാതൊന്നും തന്നെ ചെയ്യാനില്ല. ഇതൊരു വീട് മാതിരി അവന് വസിക്കുന്നതിന് വേണ്ടി മാംസം കൊണ്ടുണ്ടാക്കിയ ഒരു ശരീരമാകുന്നു. ഇത് തിരികെ ഭൂമിയിലെ പൊടിയിലേക്ക് ചേരും. എന്നാൽ ആത്മാവ് അനശ്വരമാകുന്നു. അത് ദൈവത്തിൽ നിന്ന് വരുന്നു. അത് ദൈവത്തിന്റെ സ്വരൂപമാകുന്നു. ദൈവം ആത്മാവാകുന്നു. മനുഷ്യന് തന്റെ ഉദ്ഭവം ഏതും തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു. പാപത്താലും അവിശ്വാസത്താലും മനുഷ്യന് ദൈവവുമായുള്ള ബന്ധവും സംസർഗവും നഷ്ടപ്പെട്ടു പോയി. അവിശ്വാസം എന്തിലായിരുന്നു? ദൈവത്തിന്റെ വചനത്തിലായിരുന്നു. ഒരു വട്ടം ഒരു ചിത്രം വരച്ചിട്ട് അതിൽ ദൈവത്തിന്റെ വചനത്തെ ഉപേക്ഷിക്കുന്നതിൽ കൂടെ എത്രമാത്രം അവളുടെ കണ്ണുകൾ തുറക്കുമെന്ന് ഹവയോട് പറഞ്ഞിരുന്നു. ന്യായവാദത്തിനായി ഇവിടെ നോക്കുക. ന്യായവാദവും ദൈവത്തിന്റെ വചനവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ദൈവത്തിന്റെ വചനം സത്യമാകുന്നു. ന്യായവാദം വ്യാജമാകുന്നു.
ഒന്നുമില്ലാത്തതിനോട് ന്യായവാദം ചെയ്യാൻ കഴിയില്ല, അത് ശരിയാണ്. Our mind's not good enough or never will be to fathom God's eternal wisdom. നമ്മുടെ മനസ്സിന് ദൈവത്തിന്റെ നിത്യമായ ബുദ്ധിയുടെ ആഴം കാണുന്നതിനുള്ളത്രയും കഴിവോ അല്ലെങ്കിൽ ഒരിക്കലും കാണുന്നതിനോ കഴിയില്ല. And therefore you can't reason it, you just got to believe it. ആ കാരണത്താൽ നിങ്ങൾക്ക് വചനവുമായിട്ട് ന്യായവാദം നടത്താൻ കഴിയില്ല, നിങ്ങൾക്കിത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. And so then the picture was painted out back there to our first father and mother, and they fell. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പിതാവും മാതാവിലും കൂടി പിൻസമയത്ത് ആ ചിത്രം വരയ്ക്കപ്പെടുകയും അത് കഴിഞ്ഞ് അവർ വീഴ്ചയിലെത്തുകയും ചെയ്തു. And that broke off relationship with God and was drove from the Garden of Eden. അത് ദൈവവുമായുള്ള ബന്ധത്തെ തകർത്തു കളയുകയും ഏദൻ തോട്ടത്തിൽ നിന്നും അവർ പുറത്താക്കപ്പെടുകയും ചെയ്തു. From that hour, God began to scream up and down the garden hunting for his lost child. ആ നാഴിക തൊട്ട് ദൈവം തന്റെ നഷ്ടപ്പെട്ടു പോയ മകനായിട്ട് ആ തോട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നിലവിളിച്ചുകൊണ്ട് തേടി നടക്കുന്നു. And then the only way that God then could ever redeem it would have to be to come down and redeem himself. ദൈവത്തിന് അവനെ വീണ്ടെടുക്കുന്നതിനുള്ള ഏക വഴി എന്നത് അവൻ തന്നെ സ്വയം ഇറങ്ങി വന്ന് വീണ്ടെടുപ്പ് നടത്തുക എന്നതാണ്. Not send somebody else. He couldn't send an angel. That would be right. മറ്റാരെങ്കിലും വിടുകയോ മറ്റെന്തെങ്കിലുമായിട്ട് വരികയോ അല്ല. അവനൊരു ദൂതനെ അയക്കാൻ കഴിയുകയില്ല, അത് ശരിയായ കാര്യമല്ല. But the only way God could redeem the man was come down himself and redeem it. എന്നാൽ മനുഷ്യനെ വീണ്ടെടുക്കുന്നതിനായുള്ള ഏക വഴി എന്നത് അവൻ സ്വയം തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് വീണ്ടെടുപ്പ് നടത്തുക എന്നതാണ്. If somebody stands here and I was the judge of this group of people, and I had the jurisdiction over you all, and if someone sinned, and I said, now, Brother Grimm, I want you to pay the price, that would be just. ഉദാഹരണമായിട്ട് ഇവിടെ ആരെങ്കിലും തെറ്റ് ചെയ്യുകയും ഞാൻ ഈ ഒരു കൂട്ടം ജനങ്ങളുടെ മേൽ ന്യായാധിപതിയുമാണെന്നിരിക്കട്ടെ, അങ്ങനെ നിങ്ങളുടെ മേൽ എനിക്ക് ന്യായവിധി നടത്തുന്നതിനുള്ള അധികാരമുണ്ടായിരിക്കെ ആരെങ്കിലും പാപം ചെയ്തിട്ട് ഞാൻ സഹോദരൻ ഗ്രഹാമിനോട് അതിന്റെ പിഴ അടയ്ക്കുക എന്ന് പറയുകയാണെങ്കിൽ അത് നീതിപരമായ കാര്യമായിരിക്കില്ല. ഞാൻ എന്റെ സ്വന്തം മകനോട് തന്നെ പിഴ അടയ്ക്കുക എന്ന് പറഞ്ഞാലും അതൊരു നീതിപരമായ കാര്യമായിരിക്കില്ല. എനിക്ക് നീതിമാനായിരിക്കാൻ കഴിയുന്നതിനുള്ള ഏക വഴി എന്നത് അവന്റെ സ്ഥാനത്തെ ഞാൻ സ്വയം എന്റെ മേലെടുക്കുമ്പോൾ മാത്രമാണ്. പിന്നെ എന്താണ്? ഞാൻ തന്നെയാണ് ന്യായവിധിക്ക് ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ആ മനുഷ്യനെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് സ്വയമായി അവന്റെ സ്ഥാനത്തെ എടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇപ്പോഴും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പോൾ ശ്രദ്ധിക്കുക, ഒരു കാര്യം ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു. The only way that God himself could ever redeem this man was to come down and take his place. ദൈവത്തിന് സ്വയമായി മനുഷ്യനെ വീണ്ടെടുക്കുന്നതിനുള്ള ഏക വഴി എന്നത് താഴേക്ക് ഇറങ്ങി വന്ന് അവന്റെ സ്ഥാനത്തെ എടുക്കുക എന്നതാണ്. And that was the law that was given by Moses of redemption, that it had to be through a kinsman redeemer. ഇത് മോശയാൽ നൽകപ്പെട്ട വീണ്ടെടുപ്പിന്റെ നിയമമായിരുന്നു. അതായത് അതൊരു ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരനിൽ കൂടെ ആയിരിക്കണം. A man first who was worthy, a man who was worth the price. A man who would make a public testimony and redeem the lost estate of somebody that has fallen. അതിനുവേണ്ടി ഒരു മനുഷ്യൻ അതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം, അതിന്റെ വിലയ്ക്ക് തക്ക യോഗ്യത ഉണ്ടായിരിക്കണം. അതിനുശേഷം തന്റെ പൊതുവായ സാക്ഷ്യത്തിൽ കൂടെ ആരുടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയ സ്വത്ത് വീണ്ടെടുക്കുകയും ചെയ്യാം. And then God was worthy. അവിടെ ദൈവം അതിന് യോഗ്യനായിരുന്നു. He came down some 1900 years ago in the form of a baby born in a manger, overshadowed by the Holy Ghost. Not born by sexual desire. He was God. 1900 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബാലന്റെ രൂപത്തിൽ അവൻ താഴേക്ക് ഇറങ്ങി വരികയും പരിശുദ്ധാത്മാവിനാൽ നിഴലിട്ട് ഒരു പുൽത്തൊഴുത്തിൽ ജനിക്കുകയും ചെയ്തു. അതൊരു ലൈംഗിക വികാരത്തോടു കൂടിയതായിരുന്നില്ല, അവൻ ദൈവമായിരുന്നു. ദൈവത്തിന്റെ രക്തം അവന്റെ മേലാകുന്നു. ഒരു കുട്ടി എപ്പോഴും അതിന്റെ പിതാവിന്റെ രക്തമാകുന്നു, ഒരിക്കലും അതിന്റെ മാതാവിന്റേതല്ല. നമുക്കെല്ലാവർക്കും അതറിയാം. I've taught that before here in times, you know that the baby has not one speck of its mother's blood in it. Not of this. ഞാനത് പലപ്പോഴും ഇതിനു മുമ്പ് ഇതിവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു ശിശുവിന്റെ ഉള്ളിൽ അവന്റെ മാതാവിന്റെ ഒരംശം പോലും രക്തമുണ്ടായിരിക്കുന്നില്ല, ഒരംശം പോലുമില്ല. No, nothing does. It's always the blood of the male. ഇല്ല, യാതൊന്നും ചെയ്യുന്നില്ല. അതെല്ലായ്പ്പോഴും പുരുഷന്റെ രക്തമാകുന്നു. A hen can lay an egg, but if it isn't fertile, it'll never hatch. ഒരു പിടക്കോഴിക്ക് മുട്ടയിടാൻ കഴിയും, എന്നാൽ അത് ബീജസംയോഗം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അതൊരിക്കലും വിരിയുകയില്ല. ആ മുട്ട കാണാൻ എത്ര സുന്ദരമായാലും
പിടക്കോഴി അതിന്മേലിരുന്ന് എത്ര ചൂടാക്കിയാലും അതിന് കാര്യമല്ല, അതപ്പോഴും ഉൽപാദന ശേഷിയുള്ളതായിരിക്കില്ല. So we right there and rock. That's right. Unless the male bird is in with the female bird and the germ of life comes from the male. അത് ശരിയാണ്. ആൺപക്ഷി വന്ന് പെൺപക്ഷിയുടെ കൂടെ ആയിരിക്കാത്തിടത്തോളം കാലം അത് അവിടെ കിടന്ന് ചീഞ്ഞു പോകും. ജീവാണു ആണിൽ നിന്നും വരുന്നു. Therefore, when Mary, knowing not a man, she was with the male God, the Almighty Jehovah, and He overshadowed her, and God is the Creator that created a blood cell in the womb of Mary, knowing no man at all. ആ കാരണത്താൽ മറിയം പുരുഷനെ അറിയാതെ പുരുഷനും ദൈവവുമായ സർവശക്തനായ യഹോവയുടെ കൂടെ ആയിട്ട് ദൈവം അവളുടെ മേൽ നിഴലിടുകയും ദൈവം സൃഷ്ടാവായിരിക്കെ രക്തകോശങ്ങൾ മറിയത്തിന്റെ ഉദരത്തിൽ സൃഷ്ടിക്കുകയും ചെയ്തു. യാതൊരു മനുഷ്യനെയും അറിഞ്ഞിരുന്നില്ല. And that brought forth the very creative blood of God to redeem us from our life coming in here, being born of sexual desire. അത് നമ്മെ ലൈംഗിക വികാരത്താൽ ഇവിടെ കൊണ്ടുവന്ന ജീവനിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി ദൈവത്തിന്റെ സൃഷ്ടിക്കപ്പെട്ട രക്തത്തെ കൊണ്ടുവന്നു. And then that blood was drawn out of Emmanuel's veins on Calvary's cross, and today has the same saving, redeeming, holy power that it did the day of transfusion was made out of Calvary. അതിനുശേഷം ആ രക്തം ഈ നാലുപേരിന്റെ ചങ്കിൽ നിന്നും കാൽവരിയിലെ കുരിശിങ്കൽ വെച്ച് ഒഴുകുകയും ഇന്നും അതിനെ രക്ഷിക്കുന്നതിന്റെയും വിടുവിക്കുന്നതിന്റെയും അതേ വിശുദ്ധ ശക്തി ഉണ്ടായിരിക്കുകയും കാൽവരിയിൽ വെച്ച് പകർന്ന അതേ ശക്തി തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. ഇപ്പോൾ അത് ശരിയാണ്. നാം ദൈവത്തിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാകുന്നു. The Bible says we are bought by the blood and redeemed by God's own blood. നാം രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരും രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുമാണെന്ന് ബൈബിൾ പറയുന്നു. അത് ദൈവത്തിന്റെ സ്വന്തം രക്തമാകുന്നു. How was it God's blood? God has no blood. അത് ദൈവത്തിന്റെ രക്തം എങ്ങനെയാകുന്നു? ദൈവത്തിന്റെ രക്തമില്ലല്ലോ. How could it be? Because it was God's created blood that He created in order to redeem us and came and lived in the same body that He created. അതിനെങ്ങനെ കഴിയും? അത് നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ രക്തം ദൈവം സൃഷ്ടിച്ച അതേ ശരീരത്തിൽ തന്നെ വന്ന് അത് ജീവിക്കാനുണ്ടായത്. Therefore He could not. God had to suffer temptation. He couldn't suffer temptation. ആ കാരണത്താൽ അവന് പരീക്ഷയിൽ കൂടി പാടുപെടേണ്ടി വന്നു. അവന് പരീക്ഷയിൽ പാടുപെടാൻ കഴിയില്ലായിരുന്നു. He had to suffer sexual temptation. അവന് ലൈംഗികപരമായ പരീക്ഷയെ സഹിക്കേണ്ടി വന്നു. He had to suffer all kinds of temptation, to be tempted by the devil and riches and powers and dominions and so forth. സാത്താനാൽ പരീക്ഷിക്കപ്പെടാൻ കഴിയാവുന്ന അവന്റെ എല്ലാവിധ വാഴ്ചകളോടും അധികാരങ്ങളോടും അങ്ങനെ എല്ലാവിധ പരീക്ഷകളും അവന് സഹിക്കേണ്ടി വന്നിരുന്നു. He had to suffer all of that. In order to do it, he couldn't be as God in spirit. He had to be God in flesh. ഇത് ചെയ്യുന്നതിന് വേണ്ടി അവൻ അതെല്ലാം സഹിക്കേണ്ടി വന്നിരുന്നു. ദൈവത്തിന് ആത്മാവിലായിക്കൊണ്ട് അത് കഴിയുകയില്ല. അതിന് ദൈവം ജഡത്തിലാകേണ്ടിയിരിക്കുന്നു. ഇന്ന് രാവിലെ സമയം ഞാൻ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനാൽ നാം ആരെയാണ് ഇന്ന് ആരാധിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുമല്ലോ. ഉൾത്തൊഴുത്തിൽ ഒരു ശിശുവിനെയോ അല്ലെങ്കിൽ ഒരു സാന്താക്ലോസിനെയോ അല്ല, എന്നാൽ സർവശക്തനായ ദൈവത്തെ അവന്റെ പുത്രനിലുള്ള ദൈവത്വത്തിൽ കൂടി നാം ആരാധിക്കുന്നു. ശ്രദ്ധിക്കുക, അതിനുശേഷം ആ രക്തം താഴേക്ക് വന്നു. അത് ക്രിസ്തുയേശുവിലായിരുന്നു. ദൈവം സ്വയം ആത്മാവിൽ നിന്ന് പുറത്തു വന്ന് ക്രിസ്തുയേശുവിലായി. ദൈവം ക്രിസ്തുവിലായിക്കൊണ്ട് ലോകത്തെ തന്നോട് നിരപ്പാക്കിയെന്ന് ബൈബിൾ പറയുന്നു. അത് ശരിയല്ലേ? ദൈവം സ്വയമായി യഹോവ ക്രിസ്തുവിൽ ജീവിക്കുകയും നമുക്ക് വേണ്ടി ഒരു ബന്ധുക്കാരനാകുകയും ചെയ്തു. കാരണം അവൻ നമ്മെ പോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ ജനിച്ചിരുന്നു. അത് ശരിയല്ലേ? രക്തകോശങ്ങൾ ദൈവത്താൽ വികസിക്കപ്പെടുകയും മാംസകോശങ്ങൾ മറിയത്തിന്റെ ഉദരത്തിൽ വികസിക്കപ്പെടുകയും ചെയ്തിട്ട് അത് ഈ ശിശുവിനെ കൊണ്ടുവന്നു. അങ്ങനെ ദൈവം മനുഷ്യ ശരീരത്തിൽ വന്ന് ജീവിക്കുകയും നമ്മെ പോലെ എല്ലാ രീതിയിലും പരീക്ഷിക്കപ്പെടുകയും ചെയ്തു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ശരി. അങ്ങനെ അവനത് ചെയ്തപ്പോൾ അവൻ തന്റെ രക്തത്തെ സൗജന്യമായി നൽകി. അവനത് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നില്ല. അവൻ ആ ബലിയെ ചെയ്തു. അവന് നേരെ മഹത്വത്തിലേക്ക് പോകാമായിരുന്നു.
transfigured like he was on Mount Transfiguration, went on into heaven and never died for us? മലമുകളിലെ രൂപാന്തരണ സമയത്തെ പോലെ അവന് രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുവാനും ഒരിക്കലും നമുക്ക് വേണ്ടി മരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. But to be willing to die for us, he gave freely his blood at Calvary. That's right. എന്നാൽ നമുക്ക് വേണ്ടി മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ തന്റെ രക്തത്തെ കാൽവരിയിൽ നിന്നും സൗജന്യമായി നമുക്ക് നൽകി. അത് ശരിയാണ്. അവൻ വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിട്ട് ഒരു പൊതുവായ സാക്ഷ്യം നടത്തി. റൂത്തിന്റെ പുസ്തകത്തിൽ ബോവാസ് ക്രിസ്തുവിന്റെ ഒരു മാതൃകയായിക്കൊണ്ട് വളരെ മനോഹരമായി അത് ചിത്രീകരിച്ചിരിക്കുന്നു. അവിടെ നവോമി പിമ്പോക്കയായിട്ട് തന്റെ സ്വന്തം ദേശം വിട്ട് അന്യദേശത്ത് പോകുകയും റൂത്തുമായി തിരികെ വരുന്നതും നാം കാണുന്നു. റൂത്ത് അവിടെ എത്തിയപ്പോൾ അവൾ ഒരു മോവാബ് ദേശക്കാരിയായിരുന്നു. അവൾ തിരികെ എത്തിയപ്പോൾ അവൾ ഒരു മോവാബ്യക്കാരിയായിരുന്നു. അത് അന്യജാതിയായ മണവാട്ടി സഭയുടെ ഒരു പൂർണ്ണമായ ചിത്രമാകുന്നു. അവൾ നവോമിയെ വിടാൻ ചെന്നപ്പോൾ നവോമി അവളെ ചുംബനം ചെയ്തിട്ട് തിരികെ തന്റെ ജനങ്ങളുടെ അടുക്കൽ മടങ്ങിപ്പോകാൻ അവളോട് പറഞ്ഞു. Let your people be my people, and let your dwellings be my dwellings, let your God be my God, and nothing but death shall separate us. For you die, I die. For you buried, I'll be buried. അവൾ പറഞ്ഞു, ഞാൻ നിന്നോടൊപ്പം നിന്റെ ജനങ്ങളുടെ അടുക്കൽ വരും. നിന്റെ ജനം എന്റെ ജനം, നീ വസിക്കുന്നിടത്ത് ഞാൻ വസിക്കും. നിന്റെ ദൈവം തന്നെ എന്റെ ദൈവമായിരിക്കട്ടെ. മരണമല്ലാതെ യാതൊന്നും നമ്മെ വേർപെടുത്താൻ ഇടയാകാതിരിക്കട്ടെ. നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും, നീ അടക്കപ്പെടുന്നിടത്ത് ഞാനും അടക്കപ്പെടും. ഇവിടെ അന്യജാതി സഭ ക്രിസ്തുവിലേക്ക് വരുന്നതിന്റെ ഒരു ചിത്രമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരിക്കൽ നാം അന്യരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. യഹൂദന്മാർ മാത്രമാണ് രക്ഷിക്കപ്പെട്ടിരുന്നത്. എന്നാൽ നാം ക്രിസ്തുവിൽ മരിച്ചിരിക്കെ അബ്രഹാമിന്റെ വംശവും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. അങ്ങനെ ക്രിസ്തുവിന് ഒരു അന്യജാതിയായ മണവാട്ടിയെ കിട്ടി. അത് ശരിക്കും സത്യമാകുന്നു. നവോമിയുടെ നഷ്ടപ്പെട്ട സ്വത്ത് ബോവാസിന് വീണ്ടെടുക്കേണ്ടിയിരുന്നു. അത് ഇസ്രായേലിന്റെ പിമ്പോക്ക അവസ്ഥയായിരുന്നു. Boaz brother, and when he came out, he had to kick off his shoe before the gates, before the elders, to make a public testimony that he had redeemed that lost woman and her estate. അങ്ങനെ ബോവാസ് അതിനുവേണ്ടി അവിടേക്ക് കടന്നു വന്നിട്ട് നഗരവാതിൽക്കൽ വെച്ച് അവന്റെ ചെരുപ്പൂരി മൂപ്പന്മാരുടെ മുമ്പിൽ ഒരു പൊതുവായ സാക്ഷ്യം നടത്തിയിട്ട് ആ നഷ്ടപ്പെട്ടുപോയ സ്ത്രീയെയും അവളുടെ സമ്പത്തിനെയും വീണ്ടെടുക്കേണ്ടിയിരുന്നു. അത് ചെയ്യുന്നതിൽ കൂടെ അവൻ കാത്തിരുന്നതായ സ്ത്രീയെ അവന് മണവാട്ടിയായി കിട്ടുകയും ചെയ്തു. തനിക്ക് മണവാട്ടിയെ കിട്ടുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ആ സ്ത്രീയെ വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ലേ? അതേ കാര്യം തന്നെയാണ് ക്രിസ്തു ചെയ്തത്. അവൻ യെരുശലേമിന്റെ വാതിൽക്കൽ വെച്ച് അടിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ഗോൽഗോത്ത മലമുകളിലെ കാൽവരിയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ അവനൊരു പൊതുവായ സാക്ഷ്യം അവിടെ നടത്തി. തന്റെ രക്തത്താൽ അവൻ മലയെ കുളിപ്പിക്കുകയും അതൊരു പൊതുവായ സാക്ഷ്യമായിട്ട് ആദ്യ തുടങ്ങി വീഴ്ച പ്രാപിച്ച സകല സമ്പത്തും വീണ്ടെടുക്കുകയും തന്റെ ജനങ്ങളെ പാപത്തിന്റെ ശാപത്തിൽ നിന്നും പാതാളത്തിന്റെ പിടിയിൽ നിന്നും അവൻ വീണ്ടെടുക്കുകയും ചെയ്തു. സഭയ്ക്ക് ഇപ്പോഴുള്ളതിലും കൂടുതൽ അന്ത്യകാലത്ത് ആവശ്യമുള്ളതായി വരുമെന്ന് അവൻ അറിഞ്ഞിരുന്നു.
അതിനാൽ അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് അയച്ചു തരും. A little while the world gives me no more, but I'm going up to heaven, get this thing picked up, and I'll come back and be with you, even in you, until the end of the age. കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. എന്നാൽ ഞാൻ സ്വർഗത്തിലേക്ക് പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ട് തിരികെ വന്ന് ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെയും നിങ്ങളിലുമായിരിക്കും. That's what I'm talking about. It's doing everything right. That's right. That's what I'm speaking of now. Is him coming again in his power. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും എന്നെ കേൾക്കുന്നുണ്ടോ? എങ്കിൽ ആമേൻ പറയുക. അത് ശരിയാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതവൻ വീണ്ടും തന്റെ ശക്തിയിൽ വരുന്നതാണ്. Ages is flowed on. Oh, who is he? കാലങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഹോ, അവൻ ആരാകുന്നു? Mom, this morning you think of some little object of worship, some little manger out there, some little, and I'm not thinking of that. I'm thinking of Christ, the hope of glory in our hearts this morning. Our own soul. That's right. ഇന്ന് രാവിലെ അവർ അവനെ ആരാധനയുടെ ഒരു ചെറിയ വസ്തുവായി എവിടെയെങ്കിലും ഒരു ചെറിയ പുൽത്തൊഴുത്തുണ്ടാക്കി അതിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുന്നു. ഞാൻ അങ്ങനെ അത് വിചാരിക്കുന്നില്ല. ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ മഹത്വത്തിന്റെ ആശയായി ഞാൻ ചിന്തിക്കുന്നു. Oh, condemned by the world. ഓ, ലോകത്താൽ കുറ്റം വിധിക്കപ്പെട്ടിരിക്കുന്നു. God has always come into the world when he did the world hated him. ദൈവം ഈ ലോകത്തിൽ എല്ലായ്പ്പോഴും വരികയും അങ്ങനെ വരുമ്പോൾ ലോകം അവനെ വെറുക്കുകയും ചെയ്തിരുന്നു. As it was in the days of Noah, so would it be in the coming of the Son of God. We're in that day, friend. നോഹയുടെ കാലത്തെ പോലെ മനുഷ്യപുത്രന്റെ വരവിലുമാകും സ്നേഹിതരെ നാം ആ നാളുകളിലെത്തിയിരിക്കുന്നു. And I notice a little while the world will see me no more, yet you'll see me, for I'll be with you even to the end of the world. ഇപ്പോൾ ശ്രദ്ധിക്കുക, കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. കാരണം ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയും നിങ്ങളുടെ ഉള്ളിലുമായിരിക്കും. That's right, he's here now. അത് ശരിയാണ്, അവനിപ്പോൾ ഇവിടെയായിരിക്കുന്നു. One of the days how his big picture always revolved up and made the same thing come to pass that we're seeing now. ഈ ദിവസങ്ങളിലും അവന്റെ വലിയ ചിത്രം എല്ലായ്പ്പോഴും ചുറ്റിക്കറങ്ങിക്കൊണ്ട് അതേ കാര്യങ്ങളെ തന്നെ സംഭവിക്കാൻ ഇടയാക്കുന്നത് നാം ഇപ്പോൾ കാണുന്നു. The great promise that, and we're ready now to see great things happen. ഈ മഹത്തായ നാടകം ഒരുക്കപ്പെട്ടിരിക്കുകയും മഹത്തായ കാര്യങ്ങൾ സംഭവിച്ചു കാണുന്നത് കാണാൻ നാം തയ്യാറായും ഇരിക്കുന്നു. The church has been brought from the cradle. That's right. സഭയെ തൊട്ടിലിൽ നിന്നും പുറത്തെടുത്തിരിക്കുന്നു. അത് ശരിയാണ്. Pentecostal rocked it down under a few years ago back there while the people throw stones and made fun and laughed at, but she grows to maturity now. That's exactly right. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്തുകാർ അതിനെ ആട്ടുകയും അപ്പോൾ ജനങ്ങൾ അവരെ കല്ലെറിയുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തു. എന്നാൽ അവൾ ഇപ്പോൾ പൂർണ്ണ വളർച്ചയിലെത്തിയിരിക്കുന്നു. അത് കൃത്യമായും ശരി തന്നെ. That's right. ആ നാഴിക ഇവിടെ എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, അത് ശരിയാണ്. That's what I'm interested in, to see God's church coming together now. ദൈവത്തിന്റെ സഭ ഇപ്പോൾ ഒത്തൊരുമിച്ച് വരുന്നത് കാണുന്നതിലാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. We did beat out there, but the hour's coming when God's going to fight it around us all with a sword in. For the enemy's at the gate. Hallelujah. നാം ഇവിടെ തോൽപ്പിക്കപ്പെടുകയും അവിടെ തോൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ദൈവം തന്റെ പുതപ്പ് നമ്മുടെ മേലെറിഞ്ഞ് നമ്മെ അവങ്കിലേക്ക് അടുപ്പിക്കുന്ന നാഴിക ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. കാരണം ശത്രു വാതിൽക്കലെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. He said now for his people, Daniel said the great things of the last days when these things come to pass, the great exploits will the people that the man of faith will do in that day. തന്റെ ജനങ്ങളെ കുറിച്ച് ദാനിയേൽ പറഞ്ഞു, അന്നാളിൽ ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. And the hours come now, and when the great drama picture of God sent forth on the latter rain. ദൈവത്തിന്റെ ചിത്രമായ ഈ പിന്മഴയുടെ മഹത്തായ നാടകം ഒഴുക്കിയിരിക്കുന്ന ആ നാഴിക ഇതാ വന്നിരിക്കുന്നു. Joel said the last days it shall come to pass, and I'll pour out my spirit upon all flesh, and your sons and your daughters shall prophesy. യോവേൽ പ്രവാചകൻ പറഞ്ഞു, അന്ത്യനാളുകളിൽ ഞാൻ എന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. Upon my handmaidens and maidservants I'll pour out my spirit. എന്റെ ദാസന്മാരുടെയും എന്റെ ദാസിമാരുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും. Now show signs in the heaven above, and signs in your below, and pillars of fire and vapor of smoke. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും, രക്തവും തീയും പുകയാവിയും തന്നെ. This will come to pass before the great terrible day of the Lord shall come. Whosoever shall call upon the name of the Lord shall be saved. എന്നാൽ കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരുന്നതിന് മുമ്പ് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. Jesus said, these things that I do, you shall do in greater measure, for I go unto my Father. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും, ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ അതിലും വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. Here's what I have now, and
the word back there said, if ye abide in me, and my word abide in you, ask what you will, and it shall be given unto you. തന്റെ വചനത്തിൽ അവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാകുന്നു: നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ എന്തപേക്ഷിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. A few years ago, the people around here said, you people around that tabernacle, holy rollers, you're all this, that, you're crazy. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ചുറ്റുപാടുമുള്ള ജനങ്ങൾ പറഞ്ഞു, ഈ കൂടാരത്തിൽ വരുന്ന ജനങ്ങൾ ഹോളി റോളേഴ്സുകാരാണ്, നിങ്ങൾ ഇതാണ്, നിങ്ങൾ അതാണ്, നിങ്ങൾ ഭ്രാന്ത് പിടിച്ചവരാണ്. എന്നാലോ ദൈവമേ, നാം ആ പാറയിൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തോട് സത്യമായിട്ട് നിൽക്കുകയും ഇപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ ശക്തി സഭയിൽ രൂപം കൊണ്ടിട്ട് അത് വരികയുമാണ്. ഹല്ലേലൂയ. ദൈവം എല്ലായിടത്തും സകല കാര്യങ്ങളെയും പിടിച്ചു കുലുക്കാൻ പോകുന്ന സമയത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. സഹോദര, അത് സഭായോഗങ്ങളിലായി കഴിഞ്ഞിരിക്കുന്നു, ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു, അത് ശരിയാണ്. അവന്റെ ദൈവത്വമാകുന്നു. അവൻ ആരാകുന്നു? ചിലർ അവനെ ഒരു ചെറിയ ബാലനായി വെക്കുന്നു. അവനാണ് അദൃശ്യതയിൽ നിന്നുകൊണ്ട് തന്റെ കൈകളെ ഉയർത്തിയിട്ട് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചതും അവിടെ വെളിച്ചമുണ്ടാകുകയും ചെയ്തത് അത് ക്രിസ്തു യേശുവാകുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ ദൈവത്തിന്റെ ദൈവത്വമായിരുന്നു. അവൻ എന്താണ് ചെയ്തതെന്ന് പിന്തിരിഞ്ഞു നോക്കുക. പിന്നിൽ നടന്ന അത്ഭുതകരമായ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക. നിങ്ങൾ ഒച്ചവെക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമോ? അവൻ അത്ഭുതകരമായ കാര്യങ്ങളെ നിർവഹിച്ചപ്പോൾ, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവൻ ഇപ്പോഴുള്ള ഈ കാര്യങ്ങളെ ഉണ്ടാക്കിയപ്പോൾ അവൻ കൽപ്പിക്കുകയും അതുപോലെ സംഭവിക്കുകയും ചെയ്തു. അതേ ശക്തിയും അതേ ക്രിസ്തുവും തന്നെയാകുന്നു. ഹല്ലേലൂയ. അടിസ്ഥാനപരമായ കാര്യങ്ങളെ പറയുന്നവർ ദൈവത്തിന്റെ ശക്തിയെ നിഷേധിച്ചുകൊണ്ട് ഇത് തെറ്റാണെന്ന് പറയുന്നു. എന്നാൽ ലോകത്തെ നിലവിലാക്കിയ അതേ ശക്തി ഇന്ന് പരിശുദ്ധാത്മാവ് പ്രാപിച്ച ജനങ്ങളിലായിരിക്കുന്നു. അത് ശരിയാണ്. പുരുഷന്മാരും സ്ത്രീകളുമായുള്ളവരെ നിങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ട സമയമായിരിക്കുന്നു. സാത്താൻ നിങ്ങൾ വെറും ഒരു ഭീരുവാണെന്നും മറ്റും പറഞ്ഞുകൊണ്ട് പിന്നിലേക്ക് മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ നിങ്ങൾ അതല്ല, നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാകുന്നു. ദൈവത്വം സ്വർഗത്തിലല്ല, അത് നിങ്ങളിലാകുന്നു. ഹല്ലേലൂയ. എന്നെ ഒരു ഭ്രാന്തനായിട്ട് നിങ്ങൾ കരുതുമെന്ന് എനിക്കറിയാം. എന്നാൽ സഹോദര, ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അത് അനശ്വരമായ ജീവനാകുന്നു. എന്റെ ജീവൻ ഞാൻ നിനക്ക് തരുന്നു, അത് സോയിയാകുന്നു. ദൈവത്തിന്റെ ജീവൻ മനുഷ്യന്റെ ഉള്ളിലാകുന്നു. ആദിയിൽ അവൻ ഉണ്ടായിരുന്നു, സകലത്തിന്റെയും സൃഷ്ടാവ് അവനാകുന്നു. അവൻ ജീവനെ നിർമ്മിച്ചു. തവളകളെയും ഈ തേനീച്ചകളെയും താറാവുകളെയും കോഴികളെയും മൃഗങ്ങളെയും എല്ലാത്തിനെയും അവൻ സൃഷ്ടിച്ചു. അവനാൽ സൃഷ്ടിക്കപ്പെടാത്ത യാതൊന്നും ഉണ്ടായിരുന്നില്ല. ആരാലാണ്? ദൈവത്വമായ ക്രിസ്തുവിനാലാകുന്നു. മിസ്രൈമിൽ ബാധകളെയും മറ്റെല്ലാ കാര്യങ്ങളെയും അവൻ കൊണ്ടുവന്നു. ആരാണ് കൊണ്ടുവന്നത്? ക്രിസ്തുവായിരുന്നു. അവൻ സിംഹത്തിന്റെ വായടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആരായിരുന്നു? അത് ക്രിസ്തുവായിരുന്നു. ഓ ദൈവമേ, ഇതെന്തായിരിക്കുന്നു? അവൻ ആരാകുന്നു? ക്രിസ്തു ദൈവമാകുന്നു. സഹോദര സഹോദരി, ആ ദൈവത്വം നിങ്ങളിലാകുന്നു.
കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയും നിങ്ങളുടെ ഉള്ളിലുമായിരിക്കും. ക്രിസ്തു പുൽത്തൊഴുത്തിലാണോ? അല്ല, ക്രിസ്തു നിങ്ങളിലാകുന്നു. ഹല്ലേലൂയ. നാം ക്രിസ്തുവിനെ പുൽത്തൊഴുത്തിലല്ല ആരാധിക്കുന്നത്, എന്നാൽ ക്രിസ്തു നിങ്ങളിലാകുന്നു. അത് ജീവന്റെ ആശയായ പരിശുദ്ധാത്മാവാകുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവായ ദൈവം സ്വയമായ മനുഷ്യനിൽ വസിക്കുന്നതാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല, എന്നാൽ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണും. കാരണം മനുഷ്യന്റെ ആത്മാവ് അവനെ പോലെ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കും. അവന് വേണ്ടി എങ്ങും സ്ഥലമില്ല. ഇവിടെ ചുറ്റുമുള്ള ആളുകൾ അവർ ക്രിസ്തുവിന്റേതാകുന്നുവെന്നും അവരുടെ സഭ ക്രിസ്തു സഭയാണെന്നും പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? ക്രിസ്തുമസിന്റെ സമ്മാനങ്ങൾ തുറക്കപ്പെട്ടു. ഡാഡിക്ക് എന്തായിരുന്നു സമ്മാനമെന്ന് നമുക്ക് നോക്കാം. ക്രിസ്തുമസ് മരത്തിന്റെ അടിയിലായി കഴിഞ്ഞ രാത്രിയിൽ പല മനുഷ്യരും ഒരു പെട്ടി നിറച്ച് ബിയർ എന്ന മദ്യം വെച്ചിരുന്നു. യേശുവിന് യാതൊരിടവുമില്ല, എല്ലായിടത്തും ബിയർ എന്ന മദ്യമായിരുന്നു. അമ്മയ്ക്കുള്ള സമ്മാനം തുറക്കപ്പെട്ടു. ഒരു കൂടി ചീട്ടായിരുന്നു. ക്രിസ്തുവിന് യാതൊരിടവുമില്ല, ചീട്ടിനാണ് ഇടമുള്ളത്. അത് ശരിയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ബൈബിളോ മറ്റെന്തെങ്കിലും വായിക്കുന്നതിന് പകരം ജീമാന്റെ ബുക്കുകളും അതുപോലെയുള്ള കാര്യങ്ങളുമായിരുന്നു. യേശുവിന് യാതൊരിടവുമില്ല. പള്ളിയിൽ പോകുന്നതിന് പകരം അവർ ഒരു സിനിമ കാണുന്നതിനോ നൃത്തം ചെയ്യുന്നതിനോ പോയിട്ട് അവരെ തന്നെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നു. സഹോദര, ദൈവത്തിന്റെ ദൈവത്വം പരിശുദ്ധാത്മാവിൽ കൂടെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അത് ക്രിസ്തു സൃഷ്ടിക്കാത്ത സകലത്തിനെ വിളിച്ച് പുറത്താക്കുന്നു. അത് സത്യമാണെന്ന് നിങ്ങൾക്കറിയാം. ദൈവം ക്രിസ്തു എന്ന മഹത്വത്തിന്റെ ആശ നിങ്ങളിലാകുന്നു. അതൊരു തൊട്ടിലല്ല, നിങ്ങളിലാകുന്നു. അതൊരു വട്ടം ദൈവം ആദിയിലായിരുന്നു. അതിനുശേഷം അവൻ മോശയിൽ വന്നു, അവൻ ഇസ്രായേൽ മക്കളിൽ വന്നു, അവൻ പുൽത്തൊഴുത്തിൽ വന്നു. എന്നാൽ ഇപ്പോൾ ക്രിസ്തു നിങ്ങളിലായിരിക്കുമ്പോൾ അവർ അവനെ ഏതോ ചില പുരാതന ചരിത്രപ്രകാരം ഇവിടെ ഇപ്പോൾ ആരാധിക്കുന്നു. ഇന്ന് അവൻ ഇവിടെയായിരിക്കുന്നു. ദൈവപുത്രൻ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവന്റെ മഹത്തായ സഭ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സഭയ്ക്ക് സൂപ്പിന്റെ അത്താഴവും ആപ്പത്തിന്റെയും ഇറച്ചിയുടെയും അത്താഴവും ആരാണ് ഏറ്റവും നല്ലപോലെ വസ്ത്രം ധരിക്കുന്നതെന്നും പള്ളിയിൽ ആഡംബരത്തോടും മഹിമയോടും കൂടെ പോകുകയും ആരുടേതാണ് ഏറ്റവും നല്ല സഭയെന്നും നല്ല ഇരിപ്പിടമെന്നും ആർക്കിത് വായിക്കാൻ അറിയാം, ആർക്കത് വായിക്കാൻ അറിയാമെന്നും മറ്റെല്ലാമാകുന്നു. ക്രിസ്തുവിന് യാതൊരിടവുമില്ല. എല്ലായ്പ്പോഴും അവർക്ക് പ്രാർത്ഥനയെ കൂടാതെ മറ്റെന്തെങ്കിലും ഉണ്ടായിരിക്കുന്നു. അവർക്ക് ഇതിലും കൂടുതൽ പ്രാർത്ഥിക്കാൻ കഴിയില്ല. അവർക്ക് മറ്റെന്തെങ്കിലും ചെയ്യാനിടയുണ്ട്. അവർക്കിനിയും പ്രാർത്ഥിക്കാനായി കൂടുതലായി കഴിയുന്നില്ല. അവർക്കിനിയും സ്നേഹിക്കാനോ ഇതിനു മുമ്പ് ചെയ്തതുപോലെ ദൈവത്തെ സേവിക്കാനോ കഴിയില്ല. സത്രത്തിൽ അവന് യാതൊരിടവുമില്ല. സ്നേഹിത, ഇത് അന്ത്യസമയമാകുന്നു. സത്രത്തിൽ അവന് യാതൊരിടവുമില്ല. ആ സത്രം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ ഈ കാര്യത്തിനായി ഞാനത് സൂചിപ്പിക്കുക മാത്രമാണ്. എന്നാൽ ബൈബിൾ പറയുന്നു, അന്നാളിൽ ബ്രദാം വൃക്ഷം പൂക്കും,
രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും. അന്ന് വെള്ളിച്ചരടാറ്റു പോകും, ഉറവെങ്കിലെ കുടമുടയും. ഹോ എന്റെ സ്നേഹിത, ദൈവം കരുണ കാണിക്കട്ടെ. എന്നാൽ സന്ധ്യാസമയത്ത് വെളിച്ചമാകും എന്നുകൂടി പ്രവാചകൻ പറഞ്ഞു. അത് ശരിയാണ്. മഹത്വത്തിന്റെ വഴി നീ തീർച്ചയായും കണ്ടെത്തും. അത് ശരി തന്നെ. സന്ധ്യാസമയം ഇതായെത്തിയിരിക്കുന്നു. ഒരിക്കൽ പുൽത്തൊഴുത്തിന്റെ അനുഭവത്തിൽ കൂടി വസ്ത്രധാരണം ചെയ്ത് കടന്നു വന്ന സഭ ഇപ്പോൾ ഒരു സ്ഥാനത്തെത്തിയിട്ട് സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയും ദൈവത്വവും മനുഷ്യനിൽ വസിക്കുന്നുവെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു. ഓ സഹോദര സഹോദരി, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. നിങ്ങൾ എപ്പോഴും എന്നെ കേൾക്കുന്നുണ്ടോ? ഓ, ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയട്ടെ. സ്ത്രീയും പുരുഷനും ഒരേപോലെ കാണപ്പെടുന്ന സമയം വരുന്നു. അവർ ഒരേപോലെ വസ്ത്രധാരണം ചെയ്തിട്ട് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കുന്നു. അത് ശരിയാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കുകയും അതിവിടെ എത്തിയിരിക്കുന്നു. അത് ശരിയാണ്. അത് സത്യമാണ്. നിങ്ങൾക്കറിയാം. അത് സത്യമാണോ? അത് സത്യമാണോ? അത് സത്യമാകുന്നു. അവർ ഒരേപോലെ പെരുമാറുകയും ഒരേപോലെ കാണപ്പെടുകയും ഒരേപോലെ ശപിക്കുകയും ഒരേപോലെ സംസാരിക്കുകയും ചെയ്യുന്നു. അവർ ഈ രീതിയിലായിരിക്കുമെന്ന് ബൈബിൾ പറയുന്നു. അവൻ പറഞ്ഞു, അന്ത്യനാളുകളിൽ ദുർഘട സമയങ്ങൾ വരും. മനുഷ്യർ ദൈവപ്രിയമില്ലാതെ സ്വസ്നേഹികളും സൽഗുണദേശികളും ദൂഷകന്മാരുമായിരിക്കും. അതിവിടെ ആയിരിക്കുന്നില്ലേ? അത് ശരിയാണ്. ഹോ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എന്റെ ആത്മാവിൽ എന്തോ ഉരുളുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഓ, ഞാനിവിടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇത് നോഹയുടെ കാലത്തെ പോലെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. അന്നാളിൽ നോഹയുടെ പക്കൽ വിശ്വസ്തരായ കുറച്ചു പേരുണ്ടായിരുന്നു. ഇന്ന് ദൈവത്തിന് വിശ്വസ്തരായ കുറച്ചു പേരുണ്ട്. ഈ മഹത്തായ നാടകത്തിന്റെ നാഴിക ഇതാ വരുന്നു. സ്ത്രീകളും പുരുഷന്മാരുമായുള്ളവരെ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ 1900 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ജനിച്ച് മനുഷ്യജാതികളുടെ ഇടയിലേക്ക് വന്നു. അവൻ ഒരിക്കലും പുൽത്തൊഴുത്തിൽ തന്നെയായി കിടന്നിരുന്നില്ല. ഇന്ന് അവന്റെ ജന്മദിവസത്തിന്റെ ഓർമ്മയ്ക്കായി അവർ എന്താണ് ചെയ്യുന്നത്? അവർ വൃക്ഷങ്ങൾ മുറിച്ചു കൊണ്ടുവന്ന് കുട്ടികൾക്ക് വേണ്ടി ക്രിസ്തുമസിന്റെ മരമുണ്ടാക്കുന്നു. അതൊക്കെയും കൊള്ളാം. ഞാൻ അതിനെതിരായിട്ടൊന്നും പറയുകയല്ല. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നതിന് കൂടുതൽ ക്രിസ്തുമസ് മരത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. ദേശത്തെല്ലാം ക്രിസ് ക്രിങ്കിൾസ് ആയിരിക്കുന്നു. അവൻ ആരാണ്? ഒരു ജർമ്മനിക്കാരനാണ്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു കത്തോലിക്കരുടെ വിശുദ്ധനാണ്. ഈ വൃദ്ധനായ മനുഷ്യൻ നല്ല കാര്യങ്ങളെ ചെയ്തു പോയിരുന്നു. എന്നാൽ ഇന്ന് അതൊരു ആരാധനയായി തീർന്നിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികളോട് ഇതൊക്കെയും പറയുന്നതും നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളും മറ്റെല്ലാം കൊള്ളാം. എന്നാൽ അതിലുള്ള കാര്യം എന്താണെന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി മറുവശത്തുള്ള പഴയ ചാലിൽ പ്രയാസമില്ലാതെ വീണുപോയിട്ട് ക്രിസ്തുവിനെയും ക്രിസ്തുമസിന്റെ യഥാർത്ഥവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒരു വശത്തേക്ക് തള്ളി നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ മനുഷ്യർ യഥാർത്ഥ ക്രിസ്തുമസിന് പകരം ക്രിസ് ക്രിങ്കിളിനെ എടുക്കുന്നു. അത് ശരിയാണ്. ശാസ്ത്രത്തിൽ അവന് യാതൊരിടവുമില്ല. നമുക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ ഇത് വിശദീകരിച്ച് കാണാമായിരുന്നു. ഇത് താമസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു.
you down. Knowing God's great drama set here before. എന്നാൽ നോക്കൂ സ്നേഹിതരെ, ദൈവത്തിന്റെ മഹത്തായ ഈ നാടകം നമ്മുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നാഴിക ഇതാ വന്നിരിക്കുന്നു. The Son of God that was in the cradle is in the heart now. പുൽത്തൊഴുത്തിലായിരുന്ന ദൈവപുത്രൻ ഇപ്പോൾ ഹൃദയത്തിലായിരിക്കുന്നു. He's the deity of God. He's God's creator. അവൻ ദൈവത്തിന്റെ ദൈവത്വമാകുന്നു. അവൻ ദൈവവും സൃഷ്ടാവാകുന്നു. He said all that he was in the world was made by him, and the world knew not. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവനാൽ നിർമ്മിക്കപ്പെട്ടു, ലോകം അവനെ തിരിച്ചറിഞ്ഞില്ല. And today that wasn't out of the church. ഇന്ന് സഭയ്ക്ക് പറ്റിയിരിക്കുന്ന കാര്യവും അത് തന്നെയാണ്. The hope of glory, the baptism of the Holy Ghost has come into the people's hearts, and they don't recognize what it is. മഹത്വത്തിന്റെ പ്രത്യാശയായ പരിശുദ്ധാത്മ സ്നാനം ഇന്ന് ജനങ്ങളുടെ ഹൃദയത്തിലായിരിക്കുകയും അവർ അതെന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. They think it's a little church join or something like that. അതൊരു സഭയിൽ ചേരുന്നതോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തോ ആണെന്ന് അവർ വിചാരിക്കുന്നു. But that is the God the Creator living in you and giving you all the power. എന്നാൽ അത് സൃഷ്ടാവായ ദൈവം നിങ്ങളിൽ ജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് സകല ശക്തിയും തരുന്നു എന്നുള്ളതാണ്. And you're in possession of anything that He has. അവൻ അധികാരപ്പെട്ടതായ ഏത് കാര്യത്തിനും നിങ്ങൾ അവകാശിയാകുന്നു. So is it in you to abstain from evil, to do good, to shun evil, and flee to righteousness, to turn away from temptation. അതുകൊണ്ട് അത് ദുഷ്പ്രവർത്തികളെ വർജിക്കുന്നതിനും നന്മ ചെയ്യുന്നതിനും തിന്മയെ ത്യജിക്കുന്നതിനും നീതിക്കായി ഓടുന്നതിനും പരീക്ഷകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനും വേണ്ടിയാകുന്നു. All now hatred, strife, envy, and so forth, turn away from it, for thou take him from your heart. എല്ലാവിധ പകയും വെറുപ്പും പോരും അസൂയയും അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. അത് ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എടുത്തു കളയും. If you will receive and embrace him and love him and hold him in your heart and love him. നിങ്ങൾ അവനെ സ്വീകരിക്കുകയും അവനെ ആശ്ലേഷിക്കുകയും അവനെ സ്നേഹിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവനെ ഉയർത്തുകയും ചെയ്യുക. I tell you, the church together and that kind of a power has the power to bind the heaven, seal the sick over the eyes of the blind. Hallelujah. Walk the blind feet. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സഭയൊത്തൊരുമിച്ച് അതുപോലെ ഒരു ശക്തിയിലായിട്ട് ആകാശത്തെ അടച്ചു കളയുന്നതിനുള്ള ശക്തിയും രോഗികളെ സുഖപ്പെടുത്തുന്നതിനും കുരുടന്മാരുടെ കണ്ണുകളെ തുറക്കുന്നതിനും ഹല്ലേലൂയ ബദിരൻ കേൾക്കുകയും ഊമൻ സംസാരിക്കുകയും മുടന്തൻ നടക്കുകയും കുരുടൻ കാണുകയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. Just recognize the power of Almighty God into your heart. എന്തുകൊണ്ടാണ്? അത് സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ്. There he is, the deity. ആ ദൈവത്വമായിട്ട് അവൻ ഇതാ ഇവിടെയായിരിക്കുന്നു. Beloved, the word of voice, amazing grace, how sweet the sound, as Savior is like me. I once was lost, but now found. I was blind, but now I see. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? കവി പ്രകാരം പാടിയതിൽ യാതൊരു അത്ഭുതവുമില്ല. അത്ഭുത കൃപ കേൾവിക്കത്ര മധുരം. അതെന്നെ പോലെ ഒരു നികൃഷ്ടനെ രക്ഷിച്ചു. ഒരിക്കൽ ഞാൻ നഷ്ടപ്പെട്ടു, ഇപ്പോൾ എന്നെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഞാൻ കുരുടനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ കാണുന്നു. Dear brother and sister, if you haven't come to baptism of the Holy Ghost this morning, run into the kingdom of God, put your hand. സഹോദര സഹോദരി, നിങ്ങൾക്ക് ഇതുവരെയും പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാവിലെ സമയം നിങ്ങൾക്ക് കഴിയുന്നത്രയും വേഗം ദൈവരാജ്യത്തിലേക്ക് ഓടിക്കൊള്ളുക. The season time is on. The enemy is coming like a flood. He's raising his standard against it. മുദ്രയിടുന്ന സമയം ഇതായി എത്തിയിരിക്കുന്നു. ശത്രു മഹാനദി പോലെ വന്നുകൊണ്ടിരിക്കുന്നു. അവൻ അതിനെതിരായി ഒരു പതാക ഉയർത്തുന്നു. The drama set, the church is going home, is the church is ഇതൊരു നാടകം ഒരുക്കിയിരിക്കുന്നതാണ്. സഭ വീട്ടിലേക്ക് പോകുന്നത് ഒരു തീർച്ചയായ കാര്യമായിരിക്കുന്നു. സ്നേഹിത, നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കാത്തിരിക്കേണ്ടി വരികയില്ല. കാത്തിരിക്കുന്നതിന് എല്ലായ്പ്പോഴും സമയമുണ്ടായിരിക്കില്ല. നിങ്ങളിപ്പോൾ കടന്നു വരുന്നതാണ് നല്ലത്. നിങ്ങൾ ഇന്ന് തന്നെ അത് നടപ്പാക്കുന്നതാണ് നല്ലത്. അത് ശരിയാണ്. ഇന്ന് തന്നെ ആയിരിക്കുമ്പോൾ അതിപ്പോൾ നടപ്പാക്കുക. സ്നേഹിതരെ, ഇത് വിചിത്രമായി കാണപ്പെട്ടിരിക്കുമെന്നുള്ള കാര്യം ഓർക്കുക. ക്രിസ്തുവിന്റെ മതം ഒരിക്കലും ജനപ്രീതി ആർജിച്ചിട്ടില്ല. ദൈവത്തിന്റെ വഴികൾ എല്ലായ്പ്പോഴും ജനകീയമല്ലായിരുന്നു. കാരണം സാത്താൻ ആകാശത്തിലെ അധികാരിയാകുന്നു. എല്ലാ ഭരണകൂടവും അവന് അധികാരപ്പെട്ടതാകുന്നു. എല്ലാ ഭരണകൂടവും ബൈബിളിനനുസരിച്ച് സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്നു. അങ്ങനെയായിരുന്നുവെന്ന് സാത്താൻ തന്നെ പറയുന്നു. അത് ശരിയാണ്. അവൻ എല്ലാ ഭരണകൂടത്തെയും നിയന്ത്രിക്കുന്നു.
അതിനുശേഷം ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ സകല വിശുദ്ധ ദൂതന്മാരും അവന്റെ ഭക്തന്മാരുമായുള്ളവരെ ആനന്ദിപ്പീൻ. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും. സാത്താൻ അവനെ ഒരു മലയുടെ മുകളിൽ കൊണ്ടുചെന്ന് ലോകത്തിലുള്ള സകല കാര്യങ്ങളെയും സകല രാജ്യങ്ങളെയും അവനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം എന്റേതാണ്, ഞാൻ നിനക്ക് തരാം. യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടു പോക എന്ന് പറഞ്ഞു. അവനത് കാര്യമാക്കിയിരുന്നില്ല. യേശു പറഞ്ഞു, എന്റെ രാജ്യത്വം അഹീകമായിരുന്നെങ്കിൽ എനിക്ക് ലഗ്യോനിലും അധികം ദൂതന്മാരെ വിളിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം അഹീകമല്ല, എന്റെ രാജ്യം സ്വർഗത്തിലാകുന്നു. അവൻ പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളിലാകുന്നു. അതേ കാരണത്താൽ ലഗ്യോനും ശക്തിയും വിശുദ്ധ ദൂതന്മാരുടെ പിന്താങ്ങലും, ഹല്ലേലൂയ, ഇന്ന് രാവിലെ സമയം ക്രിസ്തുവിന്റെ ദിവ്യത്വത്താലും പരിശുദ്ധാത്മാവിന്റെ സ്നാനത്താലും നിങ്ങളിലായിരിക്കുന്നു. അതെ ശ്രീമാൻ, ഇന്ന് രാവിലെ നിങ്ങൾ ആരാകുന്നു? ക്രിസ്തു യേശു ആരാകുന്നു? നിങ്ങൾ അവനെ അനുവദിക്കുന്നിടത്തോളം അവൻ നിങ്ങളിലാകുന്നു. അവൻ ഇന്ന് നിങ്ങളിൽ കൂടി നീങ്ങുന്നതിനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ കടക്കാൻ ആഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളോ ദൂരെ മാറി നിന്നുകൊണ്ട് ആശ്ചര്യപ്പെടുകയും ഉറ്റുനോക്കുകയും സ്വല്പമൊന്ന് പിന്മാറി നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യരുത്. ദൈവത്തിന്റെ മാർവിടത്തിലേക്ക് നേരെ കടക്കുക. ആ നാഴിക എവിടെയായിരിക്കുന്നു? ഹല്ലേലൂയ. ഓ, ഞാൻ അവനെ എത്ര സ്നേഹിക്കുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ അവൻ വരും. ഞാൻ അവനെ കാണുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ അവനെ കാണാൻ ആഗ്രഹിക്കുന്നു. നാം അവനെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇപ്പോൾ അവൻ ഇവിടെ ആയിരിക്കുന്നു. അവന്റെ ശക്തി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ജനങ്ങളെ കരയുവാനും ഒച്ചവെച്ചുകൊണ്ട് പോകാനും ഇടയാക്കുന്നത്? എന്താണ് കാര്യം? അത് പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കുന്നതാണ്. അവർ അത് മനസ്സിലാക്കിക്കൊണ്ട് അവനെ ആശ്ലേഷിക്കുക മാത്രം ചെയ്തിരുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിനെ ആശ്ലേഷിക്കുക, അവനെ വിശ്വസിക്കുക, നിങ്ങളുടെ മാർവിടത്തിലേക്ക് അവനെ ആലിംഗനം ചെയ്യുക, ശരിയായി ജീവിക്കുക, അവനെ തടയുന്നതായി യാതൊന്നും ചെയ്യരുത്. അവനോട് പറയുക, ഓ കർത്താവായ യേശുവേ, എനിക്ക് നിന്നെ ആവശ്യമായിരിക്കുന്നു. നീ എന്റെ അടുക്കൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, ഞാൻ നിന്റെ അടുക്കൽ നിൽക്കാൻ പോവുകയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അവൻ നിങ്ങളിൽ കടക്കുന്നതിനായി ആഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ അവിടെ ആയിരിക്കുന്നതിന് ആഗ്രഹിക്കുന്നു. അവൻ എല്ലായ്പ്പോഴും നിങ്ങളെ അവങ്കിലേക്ക് അനുനയിക്കുന്നു. ഇപ്പോൾ സ്നേഹിതരെ, അത് സത്യമാണെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ ആരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്കറിയാം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ വ്യക്തിക്കും പാപത്തിന് മേലെ പാപം കൂടാതെ ദൈവത്തിൽ ജീവിക്കാൻ കഴിയും. നിങ്ങൾ തെറ്റ് ചെയ്യും, എന്നാൽ ക്രിസ്തുവിന്റെ രക്തം നിങ്ങളോട് ക്ഷമിക്കും. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ലല്ലോ. അത് ശരിയല്ലേ? കാൽവരിയിലെ കുരിശിൽ തൂങ്ങിക്കടന്നിരുന്ന ക്രിസ്തുവിന്റെ അതേ ശക്തിയും പുനരുദ്ധാനത്തിന്റെ ദിവസം അവനെ ഉയർപ്പിച്ച അതേ ദൈവം തന്നെ പരിശുദ്ധാത്മാ പ്രാപിച്ച നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്നു. ഓ, നിങ്ങൾ അവനെ സ്നേഹിക്കുന്നില്ലേ? ഓ, അവന്റെ ശബ്ദം ഇന്ന് നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങളുടെ മാർവിടത്തിലേക്ക് അവനെ അടുപ്പിച്ചിട്ട് പറയുക, കർത്താവായ യേശുവേ, ഞാൻ ഇതുവരെയും സ്വല്പം വ്യത്യസ്തനായിരുന്നു. എന്നാൽ ഈ ക്രിസ്തുമസിന്റെ നാൾ തൊട്ട് നീ ഇപ്പോൾ ആരാകുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
ഒരിക്കൽ ഞാൻ നിന്നെ പുൽത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു ശിശുവായി ആരാധിച്ചിരുന്നു. I seen you back there as a little fellow 1900 years ago. Now I'm all over your way to Jerusalem. 1900 വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ ഒരു ശിശുവായി ഞാൻ അവിടെ കണ്ടിരിക്കുകയും എനിക്കും യെരുശലേമിൽ പോകാൻ കഴിയുമായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു വരുന്നു. The day they're getting past and everything, you go up to the cradle, up to the place where he's born, the same manger. അവൻ ജനിച്ച അതേ സ്ഥലമായ അതേ പുൽത്തൊഴുത്തിലേക്ക് പോകുന്നതിനുള്ള പാസുകളും മറ്റു കാര്യങ്ങളും ഇന്ന് അവർക്ക് കിട്ടുന്നു. But friends, it's not up there where he was born. It's right here where he was born. എന്നാൽ സ്നേഹിതരെ, അവൻ ജനിച്ചിരുന്ന ആ സ്ഥലത്ത് അവൻ ഇപ്പോൾ ഇല്ല. എന്നാൽ അവൻ ജനിച്ചിരിക്കുന്നത് ഇവിടെയാകുന്നു. God has brought him down to everyone of us. And his living being is sitting in us. ദൈവം അവനെ നാം ഓരോരുത്തരുടെയും അടുക്കൽ എത്തിച്ചിരിക്കുകയും അവന്റെ ജീവൻ നമ്മിൽ വസിക്കുകയും ചെയ്യുന്നു. Oh, the Creator, the thing that created the world and created the heavens, created the earth, created man, is right in every individual that's got the baptism of the Holy Ghost. ഓ, ആ സൃഷ്ടാവ് ലോകത്തെ സൃഷ്ടിച്ച ആ കാര്യം, ആകാശത്തെയും ഭൂമിയെയും മനുഷ്യരെയും സൃഷ്ടിച്ചവൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ഓരോ വ്യക്തിയിലും ഇന്നായിരിക്കുന്നു. That's the thing that's discovered. And he's the Holy Ghost, he's in you, he's the hope of glory. അതാണ് കാര്യം, അതാണ് രഹസ്യം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. അവൻ നിങ്ങളിലാകുന്നു, അവൻ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്നു. And look here, in the Old Testament, as I referred to many times, when the contract was made, it was torn apart over a baby's body. പഴയ നിയമത്തിൽ നിന്നും ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതായി കാര്യത്തെ ശ്രദ്ധിക്കുക. ഒരു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ ഒരു മൃഗത്തെ രണ്ടായി കീറിയിട്ട് അതിന്മേൽ അത് ഉറപ്പിച്ചിരുന്നു. And those two contracts had to be come together. Contract had to take one with the other. ഈ ഉടമ്പടിക്ക് തമ്മിൽ ഒരുമിച്ച് വരേണ്ടതായിട്ടുണ്ട്. അവ രണ്ടും തമ്മിൽ താരതമ്യപ്പെട്ടിരിക്കണം. And the day God made a contract. ഇന്ന് ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുന്നു. Not because you were good, not because you joined church, not because you did a good thing in society. അത് നിങ്ങൾ നല്ലവനോ നിങ്ങൾ ഒരു സഭയിൽ ചേർന്നത് കൊണ്ടോ സമൂഹത്തിൽ ഒരു നല്ല പദവിയിലുള്ളവനായതുകൊണ്ടോ അല്ല. You can be able to go good. You can live a clean life. You can go to church every day. You can sacrifice every day. നിങ്ങൾക്ക് അത്രമാത്രം നല്ലവനാകാനും ഒരു വൃത്തിയായ ജീവിതം നയിക്കാനും എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും എല്ലാ ദിവസവും ബലി കഴിക്കാനും കഴിയും. You can give up part of your money. You can give up all the sins of the world and everything and live just as true and faithful as you can, and you'll miss heaven as far as he is to your way. That's right. നിങ്ങളുടെ സമ്പത്തിന്റെ ഒരു ഭാഗം കൊടുക്കാനും ലോകത്തിലുള്ള സകല പാപങ്ങളെയും ഉപേക്ഷിച്ച് കളയാനും നിങ്ങൾക്ക് കഴിയാവുന്നിടത്തോളം സത്യസന്ധനായും വിശ്വസ്തനായും ജീവിക്കാൻ കഴിയും. എന്നാൽ കിഴക്ക് പടിഞ്ഞാറിൽ നിന്നും ദൂരത്തായിരിക്കുന്നത് പോലെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കുന്നതിൽ നിന്നും ദൂരത്തായിരിക്കും. അത് ശരിയാണ്. It isn't God's goodness that we are saved, but it's by His mercy that we are born. That God born makes sons and daughters. നമ്മിലുള്ള എന്തെങ്കിലും നന്മ കൊണ്ടല്ല നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവന്റെ കരുണയാൽ ദൈവം നമ്മെ അവന്റെ പുത്രന്മാരും പുത്രിമാരുമാക്കുന്നതിന് നമ്മെ കൊണ്ടുവന്നു. Goodness never makes them, the Spirit of God makes them. നന്മ ഒരിക്കലും അവരെ അതാക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവാണ് അവരെ അതാക്കുന്നത്. If it wasn't so, He wouldn't have had to send the Holy Ghost. അതങ്ങനെയായിരുന്നെങ്കിൽ പിന്നെ അവൻ തന്റെ പരിശുദ്ധാത്മാവിനെ അയക്കുകയില്ലായിരുന്നു. How could the Holy Ghost be complete? How could the contract be complete? പരിശുദ്ധാത്മാവിനെ എങ്ങനെ അയക്കാൻ കഴിയും? അല്ലെങ്കിൽ ഈ ഉടമ്പടി എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയും? Jesus said, I'll go away. You're not coming in to be with me. Pray the Father, He'll give you the Holy Ghost. He will die forever. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ടുപോകും, ഞാൻ നിങ്ങളുടെ അടുക്കൽ വീണ്ടും വരും, പിന്നെ നിങ്ങളോടൊപ്പം നിങ്ങളിലുമായിരിക്കും. നിങ്ങൾ പിതാവിനോട് അപേക്ഷിപ്പീൻ, അവൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരും, അവൻ നിങ്ങളോടുകൂടെ എന്നേക്കും വസിക്കും. And people put their name on church books, try to print a new page on Christmas Day, try to walk down church and pay a few tributes to the things of that church. എന്നാൽ ജനങ്ങൾ പള്ളിയിലെ പുസ്തകങ്ങളിൽ അവരുടെ പേരിടുകയും ക്രിസ്തുമസിന്റെ ദിവസം ഒരു പുതിയ താളമറിക്കാൻ ശ്രമിക്കുകയും പള്ളിയിലേക്ക് നടന്നു ചെന്ന കാര്യനിർവാഹകന് കുറച്ച് പ്രശംസകളെ നേരുവാൻ ശ്രമിക്കുന്നു. On the Holy Ghost, പരിശുദ്ധാത്മാവ് എല്ലായിടത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം അവരെ അത്രമാത്രം അന്ധരാക്കിയിട്ട് അതൊരു കൂട്ടം ഹോളി റോളേഴ്സ് ആണെന്ന് അവർ പറയുന്നു. നോഹയുടെ കാലത്തെ പോലെ തന്നെ അതെന്നുമായിരിക്കുന്നു. ദൈവപുത്രന്റെ വരവും അടുത്തുകൊണ്ടിരിക്കുന്നു. അത് ശരിയാണ്. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് അനശ്വര ജീവനവരിൽ വസിക്കുന്നവർ മാത്രമാണ് അവങ്കിലേക്ക് ആകർഷിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ളത് ഒരു തീർച്ചയായ കാര്യമാണ്. നോഹയുടെ കാലത്ത് ജലപ്രളയത്തിന്മേൽ ഒഴുകി നടന്ന ആ പെട്ടകത്തെ കുറിച്ച് എന്തോ ഒരു പ്രത്യേകമായ കാര്യം തന്നെയുണ്ട്. അത് മേലെ നിന്നുള്ള ഒരു ആകർഷണ ശക്തിയായിരുന്നു.
ദൈവത്തിന്റെ മഹത്വം സ്വർഗത്തിൽ നിന്ന് അതിന്മേൽ തെളിഞ്ഞിട്ട് ആ മാളിക മുകളിലെ മുറിയിൽ തെളിഞ്ഞിട്ട് അവിടെ വെളിച്ചമുണ്ടായിരുന്നു. സ്നേഹിത, ഇത് ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുക. ഒരാഗ്രഹണ ശക്തി ഉണ്ടായിട്ട് അതൊരു സഭയിൽ നിന്നല്ല, ഒരു പാസ്റ്ററിൽ നിന്നല്ല, എന്നാൽ മഹത്വത്തിൽ നിന്ന് വന്നിട്ട് ഈ പരിശുദ്ധാത്മ സ്നാനം അതിന്റെ ശരിയായ പാതയിൽ കൂടി ഒരു സഭയെ മേലേക്ക് എടുത്തുകൊണ്ട് പോകുന്നതിനായി താഴേക്ക് വരുന്നു. എന്താകുന്നു ഇത്? ദൈവത്തിന്റെ ശക്തിയായ അവന്റെ ജീവനായ ജോയിലേക്കുള്ള പ്രവേശനമാകുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും, ഇതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അവൻ ഉപദ്രവിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും കളിയാക്കപ്പെടുകയും ചെയ്തിട്ട് മരിച്ച് ശവക്കുഴിയിലേക്ക് പോയി. എന്നാൽ അവൻ സത്യവാനായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ഉണ്ടായിരിക്കുകയും ദൈവം അവനെ ഉയർപ്പിക്കുകയും ചെയ്തു. നാമും അതേ രീതിയിൽ പോകുകയാണെങ്കിൽ അതുപോലെ നാമും കടന്നു വരും. ഓ ഹല്ലേലൂയ! ഞാൻ അവനെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഇപ്പോഴും എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്നേഹിക്കുന്നുണ്ടോ? അവൻ അത്ഭുതവാനല്ലേ? ഓ ദൈവമേ! കണ്ണ് കാണാത്തതും ചെവി കേൾക്കാത്തതുമായ കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ അത്ഭുതവാനല്ലേ? അത്ഭുതവാനല്ലേ? നമുക്ക് തലകളെ വണങ്ങാം. സ്വർഗീയ പിതാവേ, ഓ യേശുവേ, ഞാനൊരു മഹത്തായ നാഴികയ്ക്കായി മുമ്പോട്ട് നോക്കുന്നു. അത് വരുന്നത് ഞാൻ കാണുന്നു. ഒരിടത്തും യാതൊരു ആശയം ഞാൻ കാണുന്നില്ല. ഈ കാലഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. കമ്മ്യൂണിസത്തിന്റെ ശക്തമായ ചുവന്ന വെളിച്ചം ഈ ഭൂമിയുടെ മേൽ ചുറ്റുമായി അധികാരത്തിലാകുന്നത് ഞാൻ കാണുന്നു. നാമമാത്രക്കാരായ സഭകൾ അവരുടെ നിലപാട് നിന്റെ സഭയ്ക്കെതിരായി എടുത്തുകൊണ്ട് അവരെ കുറ്റം വിധിക്കുകയും ദിവ്യ രോഗശാന്തി തെറ്റാണെന്ന് പറയുകയും ഒരു കൂട്ടം മതഭ്രാന്തരാണെന്ന് ഇവരെ പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഞാൻ കാണുന്നു. ഞങ്ങളുടെ തന്നെ വൈറ്റ് ഹൗസിൽ അതിന്റെ ഒരു വേവപത്രം നിർത്തലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഓ എന്നാൽ ദൈവമേ, കഴിഞ്ഞ ദിവസം അവിടെ ഇരുന്നുകൊണ്ട് വിശുദ്ധന്മാരായി ജനങ്ങളെ നോക്കുമ്പോൾ അവരെല്ലാവരും ദൈവത്തിന്റെ ശക്തിയാൽ ഉജ്ജ്വലിക്കപ്പെട്ടിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവത്തിന്റെ മഹത്വം കാണപ്പെട്ടിരുന്നു. എബ്രായ മക്കൾ തീച്ചൂളയിലായിരുന്നത് പോലെ അവർക്ക് കഴിയുമായിരുന്നു. ഞങ്ങൾ ഒരിക്കലും മുട്ടുകുത്തുകയില്ല. ഇല്ല, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കാൻ കഴിവുള്ളവനാണ്. കർത്താവേ യേശുവേ, നീ എളുപ്പം വരണമേ. ജനങ്ങൾ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിച്ച് കളയുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്ന് നീ പറഞ്ഞ കാര്യങ്ങൾ കടന്നു വരുന്ന നാഴിക ഞാൻ കാണുന്നു. അത് ആത്മാവന്ത്യകാലത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ ഇന്ന് നാം ഇതാ കാലത്തെത്തിയിരിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ചെറിയ സഭ ഇതാ ഇവിടെ ഒരുങ്ങിയിരിക്കുന്നു. അവർ നിന്നെ സ്നേഹിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, പിന്നിട്ട് പോയ ദിവസങ്ങളിൽ വളരെ പേരുടെ ഹൃദയങ്ങളെ നിറച്ച ആത്മാവ് കൂടുതൽ ആഴത്തോടെ ഇപ്പോൾ വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ പകയും വിദ്വേഷവും നിനക്കിഷ്ടമില്ലാത്തതായ എല്ലാ കാര്യങ്ങളിലും ഒരു വശത്തേക്ക് ഇട്ടുകൊണ്ട് അവരിന്ന് മുമ്പോട്ട് നീങ്ങുവാനിടയാക്കണമേ. ഒരു പുൽത്തൊഴുത്തിലേക്കല്ല, എന്നാൽ കാൽവരിയിലേക്ക് നീങ്ങാനിടയാക്കണമേ.
ഒട്ടുക്ക് കാൽവരിയിലേക്കല്ല, എന്നാൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിലേക്ക്, ദൈവത്തിന്റെ ദിവ്യത്വവും ദൈവത്തിന്റെ ഉജ്ജ്വലതയും ഇപ്പോൾ ഞങ്ങളുടെ ഉള്ളിലുള്ള ദൈവശക്തിയും ലൗകിക കാര്യങ്ങളെ ഞങ്ങളിൽ നിന്നും എടുത്തു കളയാൻ ശ്രമിച്ചിട്ട്, അതിനാൽ ഏതെങ്കിലും ഒരു ദിവസം അവൻ നമ്മെ ഈ ഭൂമിയിൽ നിന്നും ഒരു ഉത്തമ ദേശത്തേക്ക് നമ്മെ കൊണ്ടുപോകാനിടയാക്കുന്നതാണ്. ദൈവമേ, ഇന്നിത് അനുവദിച്ചേരണമേ. നിന്റെ ദാസന്റെ പ്രാർത്ഥന കേട്ടിട്ട് നിന്റെ ജനങ്ങളോട് സംസാരിക്കണമേ. ആരെങ്കിലും നഷ്ടപ്പെട്ടവരോ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരോ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ അവർ നിന്നെ സ്വീകരിക്കാൻ ഇടയാക്കണമേ. പ്രിയപ്പെട്ട ദൈവമേ, അത് അനുവദിച്ചേരണമേ. അങ്ങയുടെ പ്രിയപുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവൻ 1900 വർഷങ്ങൾക്ക് മുമ്പ് പുൽത്തൊഴുത്തിൽ ജനിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾക്കായി 33.5 വർഷം കാൽവരിയിൽ കഷ്ടം അനുഭവിക്കുകയും അതിന്റെ 40 ദിവസങ്ങൾക്ക് ശേഷം ഉയരങ്ങളിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. അവൻ മഹത്വങ്ങളിലേക്ക് എടുക്കപ്പെടുകയും 10 ദിവസങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വരികയും വീണ്ടും വരികയും ഇപ്പോൾ തന്റെ സഭയിൽ ജീവിക്കുകയും ചെയ്യുന്നു. അവനെ ഉയർപ്പിച്ച അതേ ശക്തി ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് സഭയിലായിട്ട് അതിനെ എടുത്തു കൊണ്ടുപോകും. ഓ ദൈവമേ, വരണമേ. നീ വന്ന് സഭയെ രക്ഷിക്കുകയില്ലേ? അവന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ തലകൾ വണങ്ങിയിരിക്കുമ്പോൾ നാം കോളിംഗ് ടുഡേ എന്ന പാട്ട് പാടാൻ പോവുകയാണ്. ക്രിസ്തുവിനെ കൂടാതെയോ ദൈവത്തെ കൂടാതെയോ യാതൊരാശയമില്ലാതെ ആരെങ്കിലും ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കടന്നു വരുമോ? നിങ്ങൾ ദൈവമില്ലാതെ യാതൊരാശയമില്ലാതെ ക്രിസ്തുവില്ലാതെയാണോ ആയിരിക്കുന്നത്? ദൈവത്തിന്റെ വചനത്തിന്റെ പൂർണ്ണ ജീവൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ കടന്നു വരില്ലേ? ശ്രദ്ധിക്കുക, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കുന്നതിനെ ആഗ്രഹിച്ചുകൊണ്ട് പിതാവ് ഇവിടെ ആയിരിക്കുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ശ്രദ്ധിക്കൂ സ്നേഹിതരെ, നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു മറ ഇവിടെ വലിച്ചിട്ടിട്ട് നിങ്ങൾ മറ്റൊരിടത്തേക്ക് നോക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൾ ഈ പാട്ടിന്റെ രാഗം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാവിലെ സമയം നാം ഒരു ചെറിയ സന്ദർശനം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ കൂടാരത്തിൽ സന്നിഹിതരായിരിക്കുന്ന ചെറുപ്പക്കാരും വൃദ്ധന്മാരുമായ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ മറ വലിച്ചിടാൻ പോവുകയാണ്. ഇന്ന് രാവിലെ സമയം കുറച്ചു നേരം നരകത്തിന്റെ തുറമുഖത്തെ നാം ഒന്ന് നോക്കുവാൻ പോവുകയാണ്. അവിടെ ഇപ്പോൾ ക്രിസ്മസിന്റെ സമയമാണെന്ന് അവർക്കറിയാം. ഈ ക്രിസ്മസിന് എന്താണ് ചെയ്തതെന്ന് അവർക്കറിയാം. അവരിൽ ചിലർ മദ്യപിക്കുകയും ചിലർ പെണ്ണുങ്ങളുമായി ചുറ്റിക്കറങ്ങുകയും ചിലർ പള്ളിയിലായിരിക്കുകയും ചിലർ പരിഹസിക്കുകയും ചിലർ ആനന്ദിക്കുകയും ചെയ്തു. ഈ നിരങ്ങി നടക്കുന്ന എല്ലു ചട്ടക്കൂട് ഇന്ന് രാവിലെ സമയം ഈ പള്ളിയുടെ വാതിലിൽ കൂടെ തിരികെ വരികയാണെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾക്കറിയാമോ, അടുത്ത ക്രിസ്മസിന് ഒരുപക്ഷെ നിങ്ങൾ അവിടെ ആയിരിക്കാം.
അടുത്ത ക്രിസ്മസിന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അവിടെ ആയിരിക്കാം. എന്നാൽ ഓർക്കുക, നിങ്ങൾ മനുഷ്യരുടെ ആത്മാക്കളുമായി ഇടപെടുന്നു, നിങ്ങൾ ആത്മീയ കാര്യങ്ങളുമായി ഇടപെടുന്നു. ന്യായവിധിയുടെ നാളിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട്. എനിക്ക് സത്യസന്ധനായിരിക്കാൻ മാത്രം കഴിയും. ഇന്ന് രാവിലെ സമയം നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ തുറന്ന വാതിൽക്കൽ നിൽക്കുന്നു എന്ന് മാത്രം എനിക്ക് പറയാൻ കഴിയും. എന്നോടുകൂടെ ഇടപെടുക എന്നവൻ യഥാർത്ഥമാക്കുന്നു. കൂടാതെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരായി നിങ്ങൾ അതുമായിട്ട് എന്ത് ചെയ്തു എന്നുള്ളതിനായി വിധിക്കപ്പെടുന്നതാണെന്ന് ഓർത്തുകൊള്ളുക. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാം, എന്നാൽ നിങ്ങൾ കുറ്റം വിധിക്കപ്പെടും. എല്ലാ മനുഷ്യരും തന്റെ ശരീരം പ്രവർത്തിച്ചിരിക്കുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് ന്യായം വിധിക്കപ്പെടും. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം നിങ്ങൾ അതുമായിട്ട് എന്ത് ചെയ്തു? നിങ്ങളുടെ അയൽക്കാരെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചുവോ? നിങ്ങൾ തെറ്റായ കാര്യങ്ങളെ ചെയ്തുവോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർക്കുക, ഞാനൊരു പുതിയ ജീവിതം ഇപ്പോൾ തുടങ്ങി ജീവിക്കും. കർത്താവായ യേശുവേ, ഈ ദിവസം മുതൽ ഞാൻ എന്തായിരിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ അതായിരിക്കാൻ പോവുകയാണ് എന്ന് പറയുക. ഇത് ദൈവത്തിന്റെ അനശ്വരമായ ഭാഗമാണെന്നും ദൈവത്തിന്റെ ആത്മാവിനിൽ വസിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഞാൻ തെറ്റായിരുന്നിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നല്ലവനാകാൻ ആഗ്രഹിക്കുന്നു. ഇപ്രകാരം ഇന്ന് രാവിലെ സമയം നിങ്ങൾ അവനെ തെളിയിക്കുക. നിങ്ങളുടെ കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സഹോദരൻ ബ്രഹാം, ഇന്ന് തൊട്ട് ഞാൻ പുതുതായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. എന്റെ കൈകളും ഉയർന്നിരിക്കുന്നു. ഞാൻ പുതുതായി തുടങ്ങാൻ പോകുകയാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിലും കൂടുതൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തയ്യാറാണോ? ഇത് ഞാൻ കേട്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും പരിതാപകരമായ കഥയാണ്. ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അധിക പ്രസംഗിയായിരുന്നു. അവൾ ഒരു നല്ല വീട്ടിൽ വളർന്നിരുന്നു. അവളോട് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുവെന്ന് അവളുടെ പിതാവ് പറഞ്ഞു. ഞാൻ അവളുടെ അംഗത്വം കൊടുക്കുന്നുണ്ട്. ഏത് സമാജത്തിലാണ്? കാരണം അവൾ അത്തരം വർഗത്തിൽപ്പെട്ട ജനങ്ങളുമായി ഇടപെടാൻ പോവുകയാണ്. ഓർക്കുക, ഒരു സമാജത്തിൽ നിങ്ങളെ തന്നെ നിങ്ങൾക്കും ഒന്നിലധികം ഭാര്യാഭർത്താക്കന്മാരെ പ്രാപിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ അയച്ചുവിടാൻ കഴിയും. എന്നാൽ അവൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ആ സമാജത്തിലേക്ക് പോയി ഈ നല്ല വർഗ്ഗക്കാരായ മനുഷ്യരോടൊപ്പം അവൾ ഇടപെടാൻ തുടങ്ങിയപ്പോൾ മരണം അവിടെ പ്രഹരിച്ചു. ഏതോ തരത്തിൽപ്പെട്ട ഒരു ഹൃദയരോഗമായിരുന്നു. അവൾ മറ്റെവിടെയോ പോയിരുന്നു. ഇന്ന് രാവിലെ നിങ്ങൾ ഏത് വഴിയാണ് പോകുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് സ്വപ്നം കാണുന്നത്? നിങ്ങൾ ഏതു തരത്തിൽപ്പെട്ട കൂട്ടത്തിലാണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ നിങ്ങൾ ഓരോരുത്തരും നിത്യത്തിലേക്ക് പോകുവാൻ പോവുകയാണ്. എന്നാൽ ക്രിസ്തുവില്ലാതെ, പരിശുദ്ധാത്മാവ് കൂടാതെ നിങ്ങളുടെ പ്രാണൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഓർത്തുകൊള്ളുക. പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിനെ സ്വീകരിക്കാതെ നിങ്ങൾക്കതുമായി കണ്ടുമുട്ടാൻ സാധ്യമല്ല. അവൻ നിങ്ങളുടെ ഉള്ളിലാണെങ്കിൽ അവൻ ദൈവശക്തിയാകുന്നു. അതിനാൽ ജീവിക്കുക. അവൻ ദൈവം നിങ്ങളുടെ ഉള്ളിലാകുന്നു. നിങ്ങൾ ദേവന്മാരാകുന്നുവെന്ന് ബൈബിൾ പറയുന്നു. അതെന്റെ മേലാകുന്നു. ഓ ദൈവമേ,
നീ നിന്നെ തന്നെ ദൈവമാക്കുന്നുവെന്ന് പരീശന്മാർ യേശുവിനോട് പറഞ്ഞു. നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് എഴുതിയിട്ടില്ലേ എന്നവൻ ചോദിച്ചു. അവൻ മോശയെ ഫറവോന്റെ മേൽ ദൈവമാക്കി. അവൻ നിങ്ങളെ ജനങ്ങളുടെ മേൽ ദൈവമാക്കിയിരിക്കുന്നു. അത് ശരിയാണ്. അങ്ങനെ ഇന്ന് രാവിലെ നിങ്ങൾ ദൈവത്തിന്റെ എഴുതപ്പെട്ട ലേഖനങ്ങളാകുന്നു. നിങ്ങളുടെ ജീവൻ ദൈവത്തിന്റെയും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കുക സ്നേഹിതരെ, ഇത് നിങ്ങളെ കടന്നു പോകാൻ ഇടയാക്കരുത്. ഏതെങ്കിലും ഒരു പുരാണ കഥ പോലെ ഇത് നിങ്ങളെ കടന്നു പോകാൻ ഇടയാക്കരുത്. പിതാവേ, നിന്റെ എളിമേറിയ മക്കളായിട്ട് ഇന്ന് രാവിലെ സമയം ഞങ്ങൾ വരുന്നു. ഞങ്ങൾ അവസാന നാഴികയിൽ സമാപന സമയത്ത് ജീവിക്കുന്നുവെന്നും ഏത് സമയത്തും എന്തും സംഭവിക്കാനിടയുണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. പുരുഷന്മാരും സ്ത്രീകളും ആൺകുട്ടികളും പെൺകുട്ടികളും ദൈവത്തെ കൂടാതെ ഇവിടെ ആയിരിക്കുന്നു. പിതാവേ, നീ അവരോട് കരുണയുള്ളവനായിരിക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിന്നെ സ്വീകരിച്ചിട്ട് നീ അവരുടെ അടുക്കൽ അവരുടെ ഹൃദയത്തിലായിരിക്കുന്നുവെന്ന് തിരിച്ചറിയാത്തവരോട് കരുണ കാണിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലെ ചെറിയ കാര്യങ്ങൾ ലോകചിന്തകളിൽ കൂടെ നശിക്കുന്നതാണെന്ന് തിരിച്ചറിയുന്നു. ഇന്ന് രാവിലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരും വരുവാനിരിക്കുന്ന ദിവസങ്ങളിൽ നിന്റെ വരവിന് മുമ്പായി അതെത്രമാത്രം ദീർഘിച്ച സമയമായാലും അത് കാര്യമാക്കാതെ വാസ്തവമായും കൂടുതൽ സമർപ്പിക്കപ്പെടാനിടയാക്കണമേ. അതിപ്പോൾ സമീപിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുശേഷം ജനങ്ങൾ രക്ഷിക്കപ്പെടുന്നതിനായി ശ്രമിക്കാൻ പോകുന്നതാണ്. അന്ന് രാത്രിയിൽ ചെറുപ്പക്കാരായ ജനങ്ങൾ രക്ഷിക്കപ്പെടുന്നതിനായി വേദിയിലേക്ക് വരുന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയും. എന്നാൽ അവർ സമയത്തെ മറികടന്നിരിക്കുന്നു. അവർക്ക് വീണ്ടെടുപ്പില്ല. അവർ രക്ഷിക്കപ്പെടാൻ കഴിയാതെ നശിച്ചു പോകുന്നു. അവർക്ക് വേണ്ടി ഇപ്പോൾ സമയമുണ്ടായിരിക്കെ നീ അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവർ നിന്നെ ഇന്ന് സ്വീകരിക്കാൻ ഇടയാക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എത്ര പേർ പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്നേഹിക്കുന്നുണ്ട്? അവനോട് സ്വല്പം കൂടി അടുത്തായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ സ്വല്പം കൂടി അവനെ സ്നേഹിക്കുക. ഇന്ന് രാവിലെ സമയം നമ്മുടെ കൈകളെ അവങ്കിലേക്ക് ഉയർത്തിയിട്ട് നാം എല്ലാം സമർപ്പിക്കുന്നു എന്ന പാട്ട് നമുക്ക് പാടാം. നിങ്ങൾ അങ്ങനെ ചെയ്യുമോ സഹോദരി? അതിന്റെ രാഗം കൊടുക്കുക. നിങ്ങൾ വാസ്തവമായും അത് അർത്ഥമാക്കുന്നുണ്ടോ? ഓ സ്വർഗീയ പിതാവേ, ദയ തോന്നണമേ. കർത്താവെ, ഞങ്ങൾ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ കാഹളം മുഴക്കപ്പെടും. ഞാൻ ചിലപ്പോൾ മൈതാനത്തിൽ എവിടെയെങ്കിലും ആയിരിക്കും. കർത്താവെ, അപ്പോൾ ഞാൻ സഭയെക്കുറിച്ച് ചിന്തിക്കുകയായിരിക്കും.
കാറ്റോളിയിടാൻ തുടങ്ങുമ്പോൾ ലോകം കുലുങ്ങാൻ തുടങ്ങും. What's the matter? Skies are turning red. Just an hour later. എന്താണ് കാര്യമെന്ന് ചിലർ ചോദിക്കും. ആകാശം ചുവക്കും, ന്യായവിധിയുടെ നാഴിക അടുത്ത് വരും. I think, oh, where's Graham? Where is all the gold? സഹോദരൻ ഗ്രഹാം എവിടെയാണെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങും. ഓ, അവർ വീട്ടിലെത്തിയിരിക്കുന്നു. While we're here, count like never before. The trumpet. The angel sounds the trumpet. എന്നാൽ പിതാവേ, കുറച്ചു നേരത്തിന് ശേഷം ഇതിനു മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത കാഹളനാദം നാം കേൾക്കും. ദൂതന്മാർ കാഹളങ്ങൾ ഊതും. Oh God, those who hear the chamber of death shall rise up. ഓ ദൈവമേ, മരണത്തിന്റെ അറയിൽ പ്രവേശിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. How dreams will go out. What's the matter with the world when they stand still and she's rocking? ഈ ലോകത്തിന് എന്ത് സംഭവിച്ചുവെന്ന് നിലവിളികൾ പുറപ്പെടും. നമുക്കിപ്പോൾ നിൽക്കാൻ കഴിയുന്നില്ല. ലോകം ഇളകാൻ തുടങ്ങിയിരിക്കുന്നു. Then we'll be caught up together to meet you again. അപ്പോൾ അവനെ എതിരേൽക്കുന്നതിനായി നാം ഒരുമിച്ച് ആകാശങ്ങളിലേക്ക് എടുക്കപ്പെടും. Oh Father, if death shall come to us before that time, I mean the natural death of this earth, separation here, may we enter the chamber with a down faith, wrapping the robe of Christ around us, the Holy Ghost. ഓ പിതാവേ, ആ സമയത്തിന് മുമ്പ് മരണം ഞങ്ങളുടെ അടുക്കൽ എത്തുകയാണെങ്കിൽ, അതായത് ഈ ഭൂമിയിലെ സ്വാഭാവിക മരണമായ വേർപെടൽ വരുമ്പോൾ, ഞങ്ങൾ ധീരതയേറിയ വിശ്വാസത്തോട് പരിശുദ്ധാത്മാവായ ക്രിസ്തുവിന്റെ വസ്ത്രം ഞങ്ങളുടെ മേൽ ചുറ്റിക്കൊണ്ട് ആ മുറികളിലേക്ക് പ്രവേശിക്കുവാനിടയാക്കണമേ. Someday we got to come down this Father. പിതാവേ, ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾക്ക് അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. Now realize I got to walk that line too. എനിക്കും ആ നിരയിൽ കൂടി നടക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Right out there before me somewhere. That hour that I hear that death chamber. ആ മരണത്തിന്റെ മുറിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ നാഴിക എവിടെയോ എന്റെ മുമ്പിലായി കിടക്കുന്നു. When I hear my sentence read, I don't want to go like a coward. I want to go like you have, Lord. എന്റെ വിധി കൽപ്പിക്കുമ്പോൾ ഒരു ഭീരുവിനെ പോലെ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവേ, നീ പോയതുപോലെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Not trying to wrap the old robe around us, wrap the robe of Christ, the Holy Ghost around me. As Paul did say, hey, where is your sin? Hey, where is your victory? എന്റെ സ്വന്തം വസ്ത്രം ചുറ്റിക്കൊണ്ടല്ല, എന്നാൽ പരിശുദ്ധാത്മാവായ ക്രിസ്തുവിന്റെ വസ്ത്രം ചുറ്റിക്കൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ, മരണമേ നിന്റെ മുള്ളെവിടെ, പാതാളമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നു. Enter that God's chamber among those who are dead. Listen then for his voice of the archangel that shall be found and will be called out from among the dead. John 1:1. മരിച്ചവരോടൊപ്പമായി ഇരുണ്ട മുറിയിൽ കിടക്കും. അതിനുശേഷം പ്രധാന ദൂതന്റെ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുകയും അവൻ കാഹളമൂതുമ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ പ്രിയമേറിയവരുമായി വീണ്ടും കണ്ടുമുട്ടുന്നതിനായി വിളിക്കപ്പെടുകയും ചെയ്യും. Oh Lord, if we miss that life, I said nothing to us. We failed. ഓ കർത്താവേ, ജീവിതത്തിൽ ഞങ്ങൾക്കത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഈ ജീവിതം ഞങ്ങൾക്ക് യാതൊന്നുമായിരിക്കുന്നില്ല. ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. But if we find him who's precious in our hearts, then we found all the purpose of God. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിലയേറിയവനായ അവനെ ഞങ്ങൾക്ക് കണ്ടുകിട്ടുമ്പോൾ ഞങ്ങൾക്ക് ദൈവത്തിന്റെ സകല ഉദ്ദേശവും കിട്ടിയിരിക്കുന്നു. Oh, how we love it this morning. ഓ ഇന്ന് രാവിലെ ഞങ്ങൾ എത്രമാത്രം അവനെ സ്നേഹിക്കുന്നു. May every Christian this morning see the vision quickly, Lord. കർത്താവ്, എല്ലാ ക്രിസ്ത്യാനികളും ഇന്ന് രാവിലെ സമയം ഈ ദർശനം കാണുവാൻ എളുപ്പമിടയാക്കണമേ. The hour is getting late now, and I pray that you let us see the vision and take hold of life today and live forever. While we ask it in Jesus' name. Amen. ഇപ്പോൾ ഈ നാഴിക വൈകിക്കൊണ്ടിരിക്കുമ്പോൾ നീ ഞങ്ങളെ ഈ ദർശനം കാണുന്നതിനും ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ നോക്കുന്നതിനും എന്നേക്കും ജീവിക്കുന്നതിനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. You love each other? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടോ? Turn around and shake hands with each other. Say, God bless you. Christ be with you. Say, Merry Christmas. Say, Christ be with you. Turn around. എങ്കിൽ നിങ്ങൾ തിരിഞ്ഞിട്ട് മറ്റൊരാളുടെ കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ക്രിസ്തു നിങ്ങളോടൊപ്പമായിരിക്കട്ടെ എന്ന് പറയുക. മേരി ക്രിസ്മസ് എന്ന് പറയുന്നതിന് പകരം ക്രിസ്തു നിങ്ങളോടൊപ്പമായിരിക്കട്ടെ എന്ന് പറയുക. Don't be each other. Just turn around and say, Christ be with you. Christ be with you. ഇപ്പോൾ ഇത് വിട്ടുകളയരുത്. നിങ്ങൾ തിരിഞ്ഞിട്ട് ക്രിസ്തു നിങ്ങളോടൊപ്പമായിരിക്കട്ടെ എന്ന് പറയുക. Just a moment. All to thee, my പന്ത്രണ്ട് മണി കഴിഞ്ഞെന്ന് ഞാൻ വിചാരിച്ചു പോയി. എന്നാൽ 11 മണി കഴിഞ്ഞതേയുള്ളൂ. ഞാൻ ഓർത്ത് 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുന്നുവെന്ന്. Amen.
എന്താണ് പറഞ്ഞത്? ആമേൻ. എല്ലാവരും കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? എങ്കിൽ കർത്താവിന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുക. ഇപ്പോൾ നമുക്ക് 3-4 വാക്കുകളുടെ ഒരു സാക്ഷ്യമായ, അതായത് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് മാത്രം പറയാം. അതിലും കൂടുതലായിട്ടൊന്നുമില്ല. അത് ശരി തന്നെ. മറ്റാരെങ്കിലും കൂടി? ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഓ യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.